ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ചിത്രശാലയിലെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. കവിതയും മലയാള ചലച്ചിത്രഗാന കവിതയും എന്ന വിഷയത്തിൽ BK ഹരിനാരായണൻ, നദീം നൌഷാദ്, MD മനോജ് എന്നിവരാണ് നമ്മളോട് സംവദിക്കുന്നത്. ഈ സെഷന്റെ ഏകോപനം നിർവഹിക്കുന്നത് സാഹിത്യരചന ഗവേഷകൻ ജിനു ആണ്. പ്രിയപ്പെട്ട സദസ്യരെ, ഏറ്റവും സ്നേഹമായ നമ്മളുടെ അതിഥികൾ, ഏതായാലും അത്യധികം സന്തോഷമുണ്ട്. സർവകലാശാലയിൽ സാഹിതി വീണ്ടും ഇത് പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ അതിൽ പ്രൗഢോജ്വലമായ ഒരു ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒഴുക്കിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. 3 വേദികളിലായിട്ട് സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന സമ്മേളനം ഒരു ലേശം വൈകിയതുകൊണ്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കുട്ടികൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത സെഷനുകളെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. വേദിയിലിരിക്കുന്ന ആരെയും പ്രത്യേകമായിട്ട് മലയാളികളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ആമുഖമായിട്ട് ഇവിടെ അവർ സൂചിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ സാംസ്കാരിക ലോകം വളരെ ഗൗരവത്തിൽ വലിയ പ്രതീക്ഷയിൽ കാണുന്ന സാഹിത്യ ജനുസുകളിൽ ഒന്ന് തന്നെയാണ് ചലച്ചിത്രഗാനം എന്ന ശാഖ. കവിതയിലൊരു വിധയുണ്ട്, ചലച്ചിത്രഗാനത്തിൽ ആ വിധയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആശങ്കയും സമാന്തരമായിട്ട് സമ്മിശ്രമായി മലയാളികളെ എക്കാലത്തും പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സമകാലീനതയിലും ഈ വിധ അന്വേഷിക്കുന്ന മലയാളികളും സഹൃദയരുമുണ്ട് എന്നുള്ളത് ഒരു സവിശേഷമായ അന്വേഷണം തന്നെയാണ്. സ്വാഭാവികമായിട്ടും കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഈ സാഹിത്യ ജനസിനെ സഹൃദയരുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യണം. ആ സ്വാഭാവികമായ പ്രക്രിയ നടത്തുമ്പോൾ ഗാനരചയിതാക്കൾ നേരിടുന്ന വെല്ലുവിളി ആ കവിതയിലെ വിധ ചലച്ചിത്രഗാനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ 2 ജനപ്രിയ സംസ്കാരത്തെയും എന്നാൽ അതിൻ്റെ ഈ ആഴത്തെയും പരപ്പിനെയും നഷ്ടപ്പെടാതെ അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന വലിയ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ചലച്ചിത്രഗാന രചന നടത്തേണ്ടത്. നമുക്കറിയാം, BK ഹരിനാരായണനെ പോലെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള 700-ലധികം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാൾ, അതിൻ്റെ ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും ആ കവിത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ജാഗ്രതയിൽ അതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചിട്ടുള്ള ഈ അന്വേഷണം, അതിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന തങ്ങളുടെ ഇടപെടലുകൾ, അതിൻ്റെ അനുഭവങ്ങൾ, ഈ സമകാലീനയിൽ പ്രത്യേകിച്ച് എപ്പോഴും നമുക്കറിയുന്നത് പോലെ സംഗീതം, അതിനുശേഷം വരിക്ക് ശേഷം സംഗീതം, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചലച്ചിത്ര ഗാനത്തിൽ നിന്ന് ഒരു സഹൃദയ ലോകം ആഗ്രഹിക്കുന്ന വിധ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ജാഗ്രത, ആ നിലയിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരറ്റത്ത് നിന്ന് തുടങ്ങി വരാൻ തോന്നുന്നു. പ്രിയപ്പെട്ട മാഷിനെ ഇത് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഹരിയേട്ടൻ തന്നെ വേണമെന്ന് എല്ലാവരും വളരെ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ഹരിയേട്ടനെ ഇതും തുടങ്ങി തീർച്ചയായിട്ടും ഇതിനപ്പുറത്തുള്ള ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി മലയാള ചലച്ചിത്ര ഗാന രചനാ ലോകത്ത് സജീവമായി നിൽക്കുന്ന, അതിലേറെ ആത്മാർത്ഥമായി ആ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ അത്യധികം ആഹ്ലാദത്തോടു കൂടി ഈ സെഷനിൽ തുടക്കമിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ
ജിനു സംസാരിച്ചു ഈ വിഷയത്തിൻ്റെ ഒരു ഇതിനെ പറ്റിയിട്ടൊക്കെ. റാഫി മാഷ് മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. മാഷാണ് എന്നെ സാഹിത്യത്തിലേക്ക് വിളിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷം. എന്ന് വെച്ചാൽ ഇന്നലെ റഫീഖ് അഹമ്മദും ഞാനും ശ്രീമാൻ ബിജിബാലും ഒക്കെ ചേർന്ന് തൃപ്പൂണിത്തുറയിൽ അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ നടത്തുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിലാണ് പങ്കെടുത്തത്, കവിതയും പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെയും ധാരാളം ആളുകളുണ്ട്. എനിക്കൊരു ഈ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ വരുന്നതിനെ കുറ്റം പറയുന്ന ആളുകളും ഉണ്ട്. അത് നമ്മൾ കേൾക്കുന്നുണ്ട്, വിമർശനാത്മകമായിട്ട് തന്നെ കാണാം. പക്ഷെ ഈ 2025 ജനുവരി 1-ാം തീയതി ഞാൻ കുന്നംകുളത്ത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിൽ ആദ്യം ഞങ്ങളൊക്കെ പത്രത്തിൽ ഉണർന്നത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, TV-യിൽ വാർത്ത കണ്ടത്, ഒരു കൗമാര പ്രായക്കാരൻ മുമ്പിൽ നിൽക്കുന്ന ഒരാള് പുതുവർഷ ആശംസകൾ, ഹാപ്പി ന്യൂ ഇയർ അങ്ങട് പറഞ്ഞപ്പോ തിരിച്ച് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കത്തിയെടുത്ത് കുത്തുകയാണ് ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് മരിച്ചു പോയില്ല. ആ ദിവസം തന്നെയാണ് ഇതുപോലെ തന്നെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ കുറച്ച് കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരാള് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ കത്തിയെടുത്ത് കുത്തി അയാള് മരിച്ചു. അപ്പൊ നമ്മൾ മിണ്ടിയാൽ കത്തിയെടുത്ത് കുത്തുക എന്നുള്ള ഒരു കാലത്ത് നമ്മൾ വാക്കുകൊണ്ട് പരസ്പരം പറയുകയും വാഗ്വാദം നടത്തുകയും അക്ഷരം ഏത് രീതിയിലെങ്കിലും വാക്കുമൊക്കെ അത് വിമർശനമാകട്ടെ എന്താണെങ്കിലും ജീവിക്കുന്ന ഒരു പരിസരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോൾ അത്ര ആളുകളെങ്കിലും കത്തിയെടുത്ത് കുത്തി മരിക്കാതിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ട്. അക്ഷരത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, ആ നിലയ്ക്ക് സാഹിതി ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുകയും ഇവിടെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ സന്തോഷം. മാഷ അന്ന് എന്നോട്, മാഷ അനുവാദത്തോടെ തന്നെ ഞാൻ പറയാലോ അല്ലേ, മാഷ അന്ന് എന്നോട് പറഞ്ഞു, ഈ കവിതയും ഇപ്പൊ ജിനു പറഞ്ഞ വിഷയം എന്നോട് പറഞ്ഞു, കവിതയും സിനിമാ പാട്ടിലെ കവിതയും എന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു മാഷോട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാട്ടെഴുത്തുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ പാട്ടെഴുത്തുകാരുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റർ ഒരു ദിവസം വരുന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് വിമർശനങ്ങളും വരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിന്റെ മാഷ് പറഞ്ഞ ഓർമ്മ അതാണ്. പക്ഷെ ഞാൻ വിഷയം പിന്നീട് എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴത്തെ വിഷയമായിരുന്നില്ല. മലയാള സിനിമയിൽ നിന്ന്, മലയാള സിനിമാ ഗാനങ്ങളിൽ നിന്ന് കവിത ചോർന്നു പോയത് എന്തുകൊണ്ട്, ഇതായി വിഷയം. അതായത് അപ്പൊ ചോർന്നു പോയി എന്നുള്ളത് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരു സാധനം. അപ്പൊ അങ്ങനെയുള്ളതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ശരിയാണ്, ഞാൻ മാഷയെ വിളിച്ചു, ജിനുവിനെയും ഞാൻ വിളിച്ചിരുന്നു, അത് ബന്ധപ്പെട്ട ആളുകളോട്. എനിക്ക് അങ്ങനെയാകുമ്പോൾ ആ വിഷയത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് വേറെ ഒന്നുമല്ല. ഞാൻ ആ തൊഴിലിടത്തിൽ നിൽക്കുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ കവിത ചോർന്നു പോയി, ആ ചോർന്നു പോയി എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുന്നതിലും അങ്ങനെ ഒരു സെമിനാർ നടത്തുന്നതിലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ചോർന്നു പോയി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ പറയാനോ പങ്കെടുക്കാനോ പറ്റില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ പിന്നീട് അപ്പൊ ഞാൻ എൻ്റെ ഒരു നിലപാട് പറയുക, അതിനുശേഷമാണ് അപ്പൊ അതെങ്ങനെയോ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് തിരുത്തുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ മലയാളം സർവകലാശാലയിൽ സാഹിതി എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഇങ്ങനെ ഒന്ന് നടക്കുമ്പോൾ പുതിയ കുട്ടികളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എനിക്കൊരു ആകുലത, എനിക്കൊരു വിഷമമുണ്ടായി. ഇത് തീർച്ചയായിട്ടും പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ആകുലതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ചെയ്യുന്നു. അത് നമ്മൾ രസകരമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാല്, നിങ്ങളൊക്കെ മലയാളം പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അധ്യാപകരും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ കവിതയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആശാൻ മറ്റേ പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ,
അല്ലെങ്കിൽ അഭിമാനിനി എന്ന് ആശാൻ അന്ന് പ്രയോഗിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്ന് ഞാൻ പറയുന്നില്ല. അതിന്ന് മാറിയിട്ട് ഭാവുകത്വം മാറി മാറി ഇപ്പോ സംക്രമണത്തിലെത്തുമ്പോ ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, വക്ക് ഞെളുങ്ങിയ കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണ് എന്നുള്ള രീതിയിൽ സ്ത്രീയെ ഇന്റർപ്രിട്ടേഷൻ വന്നു. അവിടെ നിന്നാണ് ഈ 2024 ഏറ്റവും മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയ പെണ്ണപ്പനിൽ വരുമ്പോ, ആദ്യം എഴുതിയ പെണ്ണപ്പൻ വരുമ്പോ, ആ പെണ്ണപ്പനിൽ നമ്മൾ പറയുന്ന പോലെ പെണ്ണപ്പൻ ഈ നാറത്തെ പടിവസ്ത്രം കഴുകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ വിഴുപ്പ് കഴുകി കളയാണെന്ന് പെണ്ണപ്പൻ സിദ്ധാന്തം പറഞ്ഞു എന്ന് ആദ്യം പറയുന്നു. അതിനാണ് പുരസ്കാരം. അതിനാണ് സച്ചിമാഷ് വിവർത്തനം ചെയ്തത് ഇംഗ്ലീഷിലേക്ക്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അല്ല. നമ്മൾ ഈ മാറ്റങ്ങളെ മുഴുവൻ, കവിതയിലുള്ള മാറ്റങ്ങളെ നമ്മൾ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഭാവുകത്വ പരിണാമങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഇപ്പൊ പഴയ രീതിയിൽ നമ്മൾ ഇക്കാലത്ത് ഒരു കവിത എഴുതുകയാണെങ്കിൽ അത് പഴഞ്ചൻ എന്ന് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ പാട്ടിന്റെ കാര്യം വരുമ്പോൾ അത് ഒരുപാട് ഇഷ്ടം ആളുകൾക്ക് അത്രയ്ക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. പാട്ടിന്റെ മറ്റേ കാര്യം വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴൊക്കെ കവിതയില്ല എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. പഴയ പാട്ടുകളെ പോലെയല്ല പുതിയ പാട്ടുകൾ. ഈ പഴയ പാട്ടും പുതിയ പാട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയും മലപ്പുറം ജില്ലയും ഒരു അതിർത്തി വരച്ചിട്ടുണ്ടാവും ഏതെങ്കിലും പാലത്തിന്റെ അവിടെ. ഈ അതിർത്തി എവിടെയാണെന്ന് നമുക്കറിയില്ല. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും പഴയ പാട്ടും പുതിയ പാട്ടും എന്നുള്ളത്. അപ്പൊ ഇതിലും ഈ ഭാവുകത്വ പരിണാമം എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ ആ ഒരു നിറം മാറ്റം. ഇപ്പോ നമ്മള് ഇപ്പൊ ഒരാൾ ഒരു ദിവസം പറഞ്ഞു, നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ എന്ന് വളരെ സുന്ദരമായിട്ടുള്ള കവിതയാണ് ONV സാർ എഴുതിയിരിക്കുന്നത്. ഒരു സംശയമില്ല. അതുപോലെ പാട്ടുകൾ നിങ്ങൾക്ക് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നിറങ്ങളെ പാടൂ, വലിയൊരു കൺസെപ്റ്റാണ്. അതായത് നിറങ്ങൾ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്, നിറങ്ങളോട് പാടാൻ പറയുന്ന കാവാലത്തിന്റെ ഇത്. അപ്പൊ ഈ കാലത്ത് അങ്ങനെ ഒരു ഇത് വരുന്നില്ല എന്ന് പറയുമ്പോൾ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോ ഈ മഴവില്ലിലെ വെള്ളയെ എൻ്റെ നൊമ്പര പമ്പര ചുറ്റില് കണ്ടോ നീ, മഴവില്ലിലെ വെള്ളയെ നൊമ്പര പമ്പര ചുറ്റില് കണ്ടോ നീ എന്ന് മൊഹസിൻ പരാരി എഴുതുമ്പോ ഞാൻ ഇത്രയൊക്കെ വേദനിച്ചിട്ടും ഞാൻ ചിരിക്കുന്നത് നീ കണ്ടില്ലേ എന്ന് അയാൾ എഴുതുമ്പോ അത് ഇക്കാലത്തിന്റെ കവിതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ കാലത്തിന്റെ കുട്ടി, ഈ കാലത്തിന്റെ ആളുകൾ, ഈ കാലത്തിന്റെ ഉപകരണങ്ങൾ എടുത്താൽ, ഈ കാലത്തുനിന്ന് കിട്ടുന്ന ഇത് വെച്ച്, അല്ലെങ്കിൽ ഈ കാലത്ത് എന്താണോ സംഭവിക്കുന്നത് അതുള്ള കവിതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോ ഏറ്റവും റാപ്പ്, പലരും പറയുന്നത് റാപ്പ് എന്താണ് എന്ന് പലരും ചോദിക്കും. പക്ഷെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം എന്ന് വേടൻ ഉറക്കെ പാടുമ്പോൾ അതിലും വലിയൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കവിത എന്ന് പറയുന്നത്, കവിതയുള്ള പാട്ടുകളും കവിതയില്ലാത്ത പാട്ടുകളും എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്തും കവിത ഉള്ള പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞു തന്നുള്ളൂ. വേണമെങ്കിൽ ഇവർ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം. ഇതിലെനിക്ക് പറയാനുള്ളത്, കാരണം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരു സമയത്തിൽ പോകണമല്ലോ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞോളാം. കവിത നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തർക്കമില്ല. തീർച്ചയായിട്ടും അതിന്റെ തുടർ ചർച്ചയിലൂടെ അത് കൂടുതൽ ആഴത്തിൽ തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന നദീം നൗഷാദ് മാഷിനെ തുടർച്ചയിലേക്ക് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ സാഹിതിയിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. സിനിമാ ഗാനങ്ങളിൽ നിന്ന് കവിത അപ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന എന്നതാണ് നമ്മുടെ വിഷയം.
ഈ പാട്ടുകൾക്ക് അർത്ഥപൂർണമായ വരികൾ പോലും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പണ്ഡിറ്റ് ഭീംസെൻ ജോഷി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളരെ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു പരിപാടിയിൽ അദ്ദേഹം ഒരു ഖയാൽ പാടാണ്, അതിൻ്റെ ബന്ദിഷുകൾ, അതിൻ്റെ വരികൾ അത് സ്ഥിരമായിട്ട് അവിടെ കേൾക്കാൻ വരുന്ന ഒരു പത്രക്കാരൻ, അദ്ദേഹത്തിന് ഇതിലെ വരികൾ പിടികിട്ടുന്നതല്ല. അദ്ദേഹം സ്ഥിരമായി ഭീംസെൻ ജോഷിയുടെ കൺസേർട്ട് കേൾക്കുന്ന ആളാണ്. ഈ കൺസേർട്ടിന് ശേഷം ഭീംസെൻ ജോഷിയോട് അദ്ദേഹം ചോദിച്ചു, സാറ് ഇന്ന് പാടിയ ആ ഖയാലിൻ്റെ വരികൾ എന്താണെന്ന്, എനിക്കത് പിടികിട്ടിയില്ലല്ലോ. അപ്പോൾ ഭീംസെൻ ജോഷി തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖയാലിൻ്റെ വരികൾ എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സാണ് പാടിയതെന്ന്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വരികൾ, അർത്ഥമായിട്ടുള്ള വരികൾ പോലും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ നമ്മുടെ ആദ്യകാല ഗാനരചയിതാക്കൾ, നമ്മുടെ അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ മുഴുവൻ കവികളായിരുന്നു. ബാലൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ ജ്ഞാനാംബിക എന്നുള്ള സിനിമയാണ്. അത് 1940 തോന്നുന്നു. അതിൽ എഴുതിയ ഗാനരചയിതാവ് അദ്ദേഹത്തിൻ്റെ പുത്തൻകാവ് മാത്തന്തരയാണ്. അദ്ദേഹം മുതൽ തുടങ്ങുന്നു ഈ സിനിമാ പാട്ടെഴുത്തുകാരിൽ കവികളുടെ രംഗപ്രവേശം അദ്ദേഹം മുതൽ തുടങ്ങുന്നു. അതിനുശേഷം നിർമ്മല എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം പി ഭാസ്കരൻ, ONV, യൂസഫലി കച്ചേരി, തിരുനെല്ലൂർ കരുണാകരൻ, കാവാലൻ നാരായണ പണിക്കർ, ഈവൻ സുഗതകുമാരി വരെ എഴുതിയിട്ടുണ്ട്. അതേപോലെ രമണന്റെ ചങ്ങമ്പുഴയുടെ കവിതകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യകാല ഈ ഗാനരചയിതാക്കളൊക്കെ കവികളായതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് ഈ പാട്ടിന് കവിത വേണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ കേട്ട് ശീലിച്ചത് പണ്ട് മുതലേ. അത് നമ്മുടെ ഈ സെൻസിബിലിറ്റിയിൽ ഉറഞ്ഞു പോയിട്ടുണ്ട്. സിനിമാ പാട്ടിന്റെ കവിത വേണം, അത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ആ പഴയ കാലത്തെ ഈ ക്ലാസിക് കാലഘട്ടം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കുക. അതിലെ കവികൾ വയലാറും ONVയും യൂസഫലി കച്ചേരിയൊക്കെ എഴുതിയ അന്ന് നല്ല കവിത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇല്ല എന്ന രീതിയിൽ നമ്മളൊരു അനുമാനത്തിലെത്തുന്നുണ്ട്. പക്ഷെ ശരിയല്ല, അന്നത്തെ കാവ്യ സെൻസിബിലിറ്റി, ഭാവുകത്വം അല്ല 2025 അത് ഹരിനാരായണൻ പറഞ്ഞ പോലെ ഇന്നുള്ള പാട്ടിൽ കവിത ഉണ്ട്, പക്ഷെ അന്നത്തെ കവിതയല്ല. കാരണം കവിത എത്ര മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കവിത ആ 60കളിൽ നിലനിൽക്കുന്നില്ലല്ലോ. അതിനുശേഷം ഇപ്പൊ കവിത മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാവ്യ ശൈലികൾ, ഇപ്പം പെർഫോമൻസ് പോയട്രി, അതേപോലെ ഇൻസ്റ്റലേഷൻ ഒക്കെ തന്നെ കവിതയായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ കാവ്യ രൂപങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഗാനങ്ങളും കവിത ഉണ്ട് എന്ന് വേണം നമുക്കത് പറയാൻ പറ്റും. കവിത ഉണ്ട്, തീർച്ചയായിട്ടും കവിത ഉണ്ട്. കവിത എവിടെയും പോയിട്ടില്ല, കവിത അപ്രത്യക്ഷമായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പറഞ്ഞു വെച്ചത് കവിത ഉണ്ട് എന്നാണ് നദീമാഷിന്റെ നിരീക്ഷണം. കവിത ആവശ്യമില്ലെന്നാണ്. പുതിയ കാലഘട്ടത്തെ അല്ലെ എക്കാലത്തെ മലയാള ചലച്ചിത്ര ഗാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ആ ഗാനരചനയുടെ പക്ഷത്ത് ചേർന്നുകൊണ്ടാണ് സംസാരിച്ചത്. രണ്ടഭിപ്രായങ്ങളും പരിഗണിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നുന്നു. എന്തായാലും മനോജ് മാഷ് ഇക്കാര്യത്തിൽ എന്താണ്? എല്ലാവർക്കും നമസ്കാരം. റാഫി മാഷ് മുന്നിലിരിക്കുന്നുണ്ട്. മാഷിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞാനും ഇവിടെ വന്നത്. നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിലൊരു നമ്മൾ നേരത്തെ ഉറപ്പിച്ച ഒരു ചില വ്യവസ്ഥകളുണ്ട് എന്ന് തോന്നുന്നു. അതായത് പാട്ടിൽ നിന്ന് കവിത ചോർന്നു പോകുന്നു. എപ്പോഴോ ഏതൊക്കെയോ വഴികളിൽ ഏതൊക്കെയോ സന്ധികളിൽ അത് ചോർന്നു പോയി എന്ന് ഉറപ്പിച്ച് അതിലാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ച കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കേട്ട പാട്ടുകളിൽ കവിത നിറഞ്ഞു കിടന്നിരുന്നു എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാൻ ഇങ്ങോട്ടുള്ള യാത്ര തുടർന്നത്.
അതിൽ ചില വരികൾ, ഉൾക്കടൽ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്, അല്ലെങ്കിൽ യവനികയിലെ പാട്ട്, അല്ലെങ്കിൽ ചില്ലിലെ പാട്ട് ഒക്കെ നമ്മുടെ ജീവിത കാലാവസ്ഥയെ അല്ലെങ്കിൽ കൗമാരത്തെ രൂപപ്പെടുത്തിയതും യൗവനത്തെ രൂപപ്പെടുത്തിയതൊക്കെ ഉണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തടഞ്ഞ ഒരാൾ, ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് എം പി ശ്രീനിവാസനായിരുന്നു. എം പി ശ്രീനിവാസൻ പോയറ്റിക് കമ്പോസർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. നമ്മൾ പോയറ്റിക് കമ്പോസർ എന്ന് പറയുന്നത് കവിതയെ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ച് അതിനെ ഭാവാത്മകമായി സന്നിവേശിപ്പിക്കുന്നതിൽ ഏറ്റവും മിടുക്ക് കാണിച്ചിട്ടുള്ള സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു എം പി ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഭാവാത്മക മെലഡി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എവിടെയും കേട്ടാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു മുദ്ര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, സവിശേഷമായ മുദ്ര. അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ജനിച്ച് മദ്രാസിൽ തമിഴ്നാട്ടിൽ ജീവിച്ച് കേരളത്തിൽ ONV കുറുപ്പുമായി സഹകരിച്ച് ഒരുപാട് പാട്ടുകൾ ചെയ്തു. ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ വളർന്ന ഒരാളായതുകൊണ്ട് ഒരു പക്ഷേ കവിതയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് പാട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴും. എന്ന് കരുതി ഇന്ന് സിനിമാ പാട്ടിന് ഉണ്ടാകുന്ന പ്ലൂറാലിറ്റി അല്ലെങ്കിൽ ബഹുസ്വരതയെ ഞാൻ തള്ളിക്കളയുന്നില്ല. പലതരത്തിലുള്ള പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാവണം. കവിത ഇത്ര ശതമാനം പാട്ടിൽ വരാവും, അല്ലെങ്കിൽ ദേവരാജൻ മാഷ് പറഞ്ഞ പോലെ 51% കവിതയും ബാക്കി 49% ഈണവും എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഇത്ര ശതമാനം പ്രപ്പോർഷൻ ആയിട്ട് പാട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. പക്ഷേ പുതിയ തലമുറയിൽ കവിത ഉപയോഗപ്പെടുത്തി പാട്ടുകൾ രചിക്കുന്നതിൽ വിജയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാൾ തന്നെയാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന ഹരി. അദ്ദേഹം ഒരു ബേസിക്കലി കവി ആയതുകൊണ്ട്, അല്ലെങ്കിൽ കവിതയെ അത്യധികം സ്നേഹിക്കുന്ന ഉള്ളിൽ കവിതയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പാട്ടെഴുതുമ്പോൾ കവിത അതിനെ സന്നിവേശിപ്പിക്കാൻ വലിയ പ്രയാസം നേരിടുന്നില്ല. നേരത്തെ നദീനോഷാദ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിനിമാ പാട്ടിൻ്റെ ഒരു സംക്രമണ ദശ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ, നേരത്തെ ജി ശങ്കരക്കുറുപ്പ് മുതൽ നിരവധി കവികൾ, നമ്മുടെ അറിയപ്പെടുന്ന എല്ലാ കവികളും തന്നെയും പാട്ടെഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് ജീവിച്ചവരാണ്. പി ഭാസ്കരൻ മാഷായാലും വയലാറായാലും ONV കുറുപ്പ് സാറായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ലഭിക്കാവുന്നത് ഈ കരിയിൽ ഒക്കെ വന്നു നിൽക്കുന്ന ഈ കവിതയുടെ ഒരു ധാരയുണ്ട് പാട്ടിൽ. അത് ഇപ്പോൾ തുടർന്നു കൊണ്ടിട്ട് ഒരു സമയത്തും അത് അവസാനിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കരിക്ക് ശേഷം വേറെ ഒരാൾ വരാതിരിക്കാം. പക്ഷേ എവിടെ നമ്മൾ ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഹരി സിനിമയ്ക്ക്, ഞാൻ വിമർശനത്തിനോട് പറയല്ല, ഹരി സിനിമയിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി അറിയാനൊരു ആഗ്രഹമുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ മീൻസ് അവർ ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ പിന്നെ കവിത വേണമെന്നോ അല്ലെങ്കിൽ വേണ്ടെന്നോ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. അതേ സമയത്ത് ഈ പുറത്തുനിന്ന് കാണുമ്പോൾ, ഇപ്പോൾ ഈ പാട്ടിൽ ഉള്ളിൽ പണിയെടുക്കുന്ന ഒരാളാണ് എന്നല്ലാതെ നമ്മൾ പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ കവിതയുടെ ഒരു പ്രൊപ്പോർഷൻ ഇതിനകത്ത് എത്രത്തോളം വേണമെന്നുള്ള അങ്ങനെ ഒരു ധാരണയെ കുറിച്ചൊന്ന് പറയണം എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു തലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ തലമുറ അല്ലല്ലോ, എൻ്റെ മകൾ ജീവിക്കുന്ന തലമുറയാണ് പുതിയ തലമുറ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സിനിമയുടെ ഒരു പാട്ടിന്റെ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കാവ്യാംശം ചോർന്നു പോകാത്ത രീതിയിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് എൻ്റെ തലമുറയുടെ പലരുടെയും ഒരു പ്രശ്നമാണ്, ഒരു ഗൃഹാതുരതയാണ് എന്നൊക്കെ നമുക്ക് പറയാം. നോസ്റ്റാൾജിയാണ് എന്ന് പറയാം. അത് തന്നെ ശരിയാണെന്ന് ഞാൻ കൽപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നും ഈ പാട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും പരീക്ഷണങ്ങൾ നടക്കേണ്ടതുമുണ്ട്, അത് അനിവാര്യതയാണ്. തീർച്ചയായിട്ടും ഈ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ, ഭാസ്കരൻ മാഷാണ് ഇതിനകത്ത് ഈ പാട്ടിൽ കവിതയുടെ ധാരയെ ഏറ്റവും കൂടുതൽ പ്രബലപ്പെടുത്തിയ ഒരാൾ. അതിനുശേഷം
ഒരുപാട് പേര് ഇന്ന് കവിത പാട്ടിൽ വിലയിപ്പിക്കുന്നതിൽ വലിയ മിടുക്ക് കാണിച്ചിട്ടുണ്ട്. കൽപ്പനകൾ താളമെടുക്കുന്ന ഒരു കാലം എന്നാണ് പറയുന്നത്. ഈ കൽപ്പന എന്ന് പറയുന്ന ഇമാജിനേഷൻ അധികം പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാസ്കര മാഷ് കൽപ്പനകൾ താളമെടുത്തു എന്നുള്ള വലിയ ഉപയോഗം. ഈ കൽപ്പനകൾ അല്ലെങ്കിൽ ഇമാജിനേഷൻ എത്രത്തോളം പാട്ടിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ കൽപ്പനകൾ നിറഞ്ഞതാണല്ലോ കവിത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കവിത പാട്ടിൽ ഉണ്ടാകുമ്പോൾ ആ പാട്ടിന് കിട്ടുന്ന ഒരു മാറ്റം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഹൃദരായ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു സംസാരത്തിൽ നിന്നും കൂടി നമുക്ക് അതിനെ ഏകോപിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഈ മൂന്നാൾ സംസാരിച്ചതിൻ്റെ ഒരു കാര്യം മനസ്സിലാകുന്നത്, കാവ്യേതരമായി ചലച്ചിത്ര ഗാന രചന നടത്തുന്നതിൽ ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്നൊരു രീതിയിലാണ് തോന്നുന്നു മൂന്നാളുടെ ഒന്ന് ക്രോഡീകരിക്കുന്നു തോന്നുന്നത്. ഒരു സംസ്കാരത്തെ, ഒരു കാലഘട്ടത്തെ, ഒരു സമൂഹത്തെ ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാവം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പണിയും കൂടിയാണ് ചലച്ചിത്ര ഗാനരചന. അവിടെ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൊടുക്കേണ്ട ജാഗ്രത, അതിൻ്റെ രാഷ്ട്രീയം ഒക്കെയുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ ചലച്ചിത്ര ഗാനരചന കാവ്യേതരമാകുന്നത് ശരിയാണോ എന്നൊരു ആശങ്ക ഒരു സഹൃദയർക്കിടയിലുണ്ട്. അപ്പോൾ ആ നിലയിൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? കാരണം നൗഷാദ് മാഷ്, നദീം മാഷ് സൂചിപ്പിച്ചു അങ്ങനെ ഒരു ഭാഷയുടെ ആവശ്യമില്ല എന്ന്. ആ ഭാഗത്തിലൊരു ന്യായമുണ്ടെങ്കിലും മറുവാദം അപ്പുറത്ത് അതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നൊരു ആശങ്കയുണ്ട്. മാത്രമല്ല, പുതിയ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഗാനരചയിതാക്കൾ നേരിടുന്ന ഒരു സങ്കീർണതയുണ്ട്. ചലച്ചിത്രത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എഴുതുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ച് അടുത്ത കാലത്ത് വന്നൊരു വിമർശനം എനിക്ക് തോന്നുന്നു. വയലൻസ് വളരെ സജീവമായിട്ട് ഗാനരചനയിൽ എൻ്റെ വരികളിലുണ്ട്. സാഹിത്യയുടെ ഒരു തീം വീഡിയോ തയ്യാറാക്കിയപ്പോൾ അങ്ങനെ ഒരു ഗാനം ഉദാഹരിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തയിലേക്ക് കിടക്കുന്നൊരു തീം തയ്യാറാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ വലിയ സങ്കീർണത ഈ ഗാനം കേൾക്കുമ്പോൾ എൻ്റെ വയലൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ട്. ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുമ്പോൾ കാവ്യേതരമായ ചലച്ചിത്ര ഗാനം ഒരു വെല്ലുവിളിയാണോ, അതോ ഇതൊന്നും വേണ്ട, ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനത്തെ അവതരിപ്പിച്ച് വിട്ടാൽ മതിയോ, ഒരു ക്ലാസിക്കായിട്ട് നിലനിൽക്കേണ്ടതല്ലേ ഏതർത്ഥത്തിൽ? ഒരു സമൂഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ എന്ന അർത്ഥത്തിൽ ആ അടയാളപ്പെടുത്തലിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയ സമയം മാത്രമേ കിട്ടത്തുള്ളൂ. 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റിന് താഴെയാണ് ഒരു പാട്ടിന് വേണ്ടി കിട്ടുന്നത്. ആ സമയത്ത് കവിത നഷ്ടപ്പെടുത്തിയുള്ള ചലച്ചിത്ര ഗാനരചന എന്ന് പറയുന്നത് അതിനെ എങ്ങനെയാണ് കാണുന്നത്? മൂന്നാല് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പം എനിക്ക് സമയം എത്ര അനുവദിക്കും എന്നറിയില്ല. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ ജിനു പറഞ്ഞതിന് മറുപടി പറയുന്നതിന് മുമ്പ് മനോജ് മാഷ് പറഞ്ഞൊരു പോയിന്റിൽ ഞാൻ തുടങ്ങാം. മനോജ് മാഷ് അവസാനം പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ഞാൻ കേൾക്കുന്ന പാട്ടല്ല എൻ്റെ മകൾ കേൾക്കുന്ന പാട്ട്, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാവ്യാംശം ഉള്ള ഒരു പാട്ടുണ്ടാവട്ടെ എന്നുള്ളത്. ഈ കാവ്യാംശം എന്ന വാക്കിനെ ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ ഇടുകയാണ്. ഈ കാവ്യാംശം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറയാൻ സൂചിപ്പിച്ചത്. നമുക്ക് അഭിമാനിനി എന്ന് പറയുന്ന ഇതിൽ ആശാനിൽ കണ്ട കവിതയുടെ സ്വഭാവം, അതിൻ്റെ ഭാവുകത്വം ആറ്റൂരിലെത്തുമ്പോൾ മാറുന്നു. വിഷയം സ്ത്രീ തന്നെയാണ്. അവിടെ നിന്ന് പെണ്ണപ്പനിലേക്ക് എത്തുമ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറുന്നു. ഈ മാറ്റം, ഈ കവിതയുടെ മാറ്റം നിറങ്ങൾ തന്നെ നിർത്തോ, അല്ലെങ്കിൽ സൂചിപ്പിച്ച പോലെ MBS ചെയ്ത ആ പാട്ടുകളുടെ ഇതിലുള്ളതും അവിടെ നിന്ന് 90കളിലേക്ക് എത്തുമ്പോഴും അത് വീണ്ടും 2000ത്തിലേക്ക് എത്തുമ്പോഴും ഞാൻ പറയുന്നത്
ഓള മെലഡി, അവന് കിട്ടിയ പവറുള്ള ഒരടി, അതാണ് ഓള മെലഡി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ എന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാതിക്കാത്തോട്ടം എജ്ജാതി നിന്റെ നോട്ടം എന്നുള്ളതിലും ഒരു കവിതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ മാറിപ്പോകുന്നത് ആ കവിതയുടെ ഭാവുകത്വമാണ്. സിനിമാ പാട്ടിലെ ഉള്ള ആ കവിതയുടെ ഭാവുകത്വമാണ് മാറുന്നത് എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. ഇനി ഈ സിനിമാ പാട്ടിലെ കവിതയുടെ ഭാവുകത്വം മാറുന്നത് എങ്ങനെ നമുക്ക് ആലോചിക്കാം. ഇവരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തിനെ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ സിനിമാ പാട്ട് കേൾക്കുന്നവരും കാണുന്നവരുമാണ്. അപ്പൊ 5 മിനിറ്റ് എടുത്ത് ഒരു കഥ പറഞ്ഞോട്ടെ. ആ കഥ നമ്മളെല്ലാവരും മനസ്സിൽ വെക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. 1938 ഈ നാഗർകോവിൽ അടുത്തുള്ള സുന്ദരം പിള്ള എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവം, ആ യഥാർത്ഥ സംഭവം എടുത്തിട്ട് അദ്ദേഹം അതൊരു കഥയാക്കി വിധിയും മിസിസ് നായരും എന്ന് പേരിട്ടു. സംഭവിക്കുന്ന 37 അവസാനത്തിലാണ്. ഇദ്ദേഹത്തിന് ഇത് സിനിമയാക്കണം എന്ന ആഗ്രഹം, മലയാളത്തിൽ സിനിമയാക്കണം എന്നുള്ള ആഗ്രഹം. ഇദ്ദേഹം അതിനനുസരിച്ച് തിരക്കഥയൊക്കെ തയ്യാറാക്കി. വേറെ ആരെ കൊണ്ടായിരിക്കാം എന്നറിയില്ല. തിരക്കഥ തയ്യാറായിട്ട് ഈ പുസ്തകവും കൊണ്ടിട്ട് ഇദ്ദേഹം സുന്ദരം മുതലാളിയെ, സേലത്തുള്ള സുന്ദരം മുതലാളിയെ കണ്ടു. സുന്ദരം മുതലാളി സിനിമ എടുക്കാന്ന് പറഞ്ഞു. തുടങ്ങി ഈ സിനിമ തുടങ്ങി. അപ്പൊ അതിൽ നടിയെ കൊണ്ടുവന്നു. അങ്ങനെ പലരും വന്നു. സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. അന്നൊന്നും ഇത്ര ദിവസം സിനിമയില്ല. ഇന്നിപ്പോ 100 ദിവസം 150 ദിവസമൊക്കെ ആയിരിക്കും ഒരു സിനിമയുടെ ഷൂട്ടിംഗ്. അന്ന് ഇത്രയും വലുതല്ല, നമ്മുടെ ഇൻഡസ്ട്രി അത്ര വലുതല്ല. അന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടായിരുന്നില്ല. സിനിമ ഒരു കലാരൂപമായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്ത് 4-ാം ദിവസം എന്ത് ചെയ്യുന്നു വെച്ചാല് ഇയാളെന്നെ നായകൻ, ഈ കഥ കൊണ്ടുവന്ന ആള് നായകനായിട്ട് അഭിനയിക്കുക. ഈ നായകന് തോന്നി ഇതിപ്പോ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നായകൻ നായികയായിട്ട് അടുപ്പായി, നായികയായിട്ട് അഭിനയിച്ച നടിയായിട്ട് നായകനും നായികയും കൂടിയിട്ട് തിരക്കഥയും കൊണ്ടിട്ട് മുങ്ങി. പിറ്റേ ദിവസം സംവിധായകൻ ഈ നിർമ്മാതാവ് വന്ന് നോക്കിയപ്പോ ഇനി ഷൂട്ട് ചെയ്യാനുള്ള മെറ്റീരിയലും ഇല്ല, നായകനും ഇല്ല, നായികയില്ല. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ. അങ്ങനെ അവിടെയാണ് ആലപ്പി വിൻസെന്റ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു നടനായിട്ട് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ആലപ്പി വിൻസെന്റിനോട് പറഞ്ഞത് എന്ത് ചെയ്യും, ഇയാള് തമിഴനാ, ഒന്നും ചെയ്യാൻ വഴിയില്ല. അപ്പോ പുള്ളി നാട്ടിലേക്ക് വന്നു. പുള്ളി സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ അനിയനാണ്. സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നൃത്ത നാടകങ്ങളില് വാസവദത്തെയൊക്കെ കളിച്ച് ഒരുപാട് നാടകങ്ങൾ കളിച്ച ആളാണ്. ഒച്ചിറ വേലുക്കുട്ടിയും സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ. അപ്പൊ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, ഇത് ഞങ്ങളൊക്കെ പുരാണ നാടകമാണ്, ഇത് ശരിക്കുള്ള നാടകമല്ലേ. ഒരു ചെറുപ്പക്കാരനുണ്ട്, അയാളുടെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ സാമൂഹ്യ നാടകങ്ങളും ആട്ടക്കഥകളും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഒരു കഥകളി ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത് എത്തി. അപ്പൊ ഇയാള് പറഞ്ഞു എനിക്ക് നാടകം എഴുതാറിയോ. അപ്പൊ നിർമ്മാതാവ് പറഞ്ഞു ആ പരിപാടി പറ്റില്ല, ഇത്രയും ലെങ്തി സീൻ പറ്റില്ല, കട്ട് ചെയ്യണം. അപ്പോ ഇയാൾ എന്ത് ചെയ്തു, കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇയാൾക്ക് ഒരു വഴിയും തോന്നുന്നില്ല. അവസാനം ഈ സീൻ അങ്ങോട്ട് കണ്ടതുകൊണ്ട് അയാൾ വെട്ടി. ഈ വെട്ടിയ സ്ഥലത്ത് മുഴുവനായ ഓരോ പാട്ടും എഴുതിയാള് അങ്ങോട്ട് പാട്ട് എഴുതി. അങ്ങനെ 23 പാട്ടും മൊത്തം സിനിമയും. ഈ 23 പാട്ടും സിനിമയും കൊണ്ടുവന്നപ്പോ ഇനിയിപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നണി ഗാനം വന്നിട്ടില്ല, ഒപ്പമുള്ളവരാ പാടുക. അപ്പൊ ഇതാര് വേണം. അപ്പോ ഈ നമ്മുടെ കോട്ടക്കില് അന്ന് PSV എന്ന് പറയുന്ന നാട്യസംഘം, പരമശിവ വിലാസം നാട്യസംഘം, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കഥകളിയല്ല, എല്ലാ സർവ ജനങ്ങൾക്കുമുള്ള നാടകങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതില് കുഞ്ചുപിള്ള എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ചേർത്തലക്കാരനാണ്, അദ്ദേഹം അരൂരുകാരനാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അദ്ദേഹവും ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഹാർമോണിസ്റ്റും കൂടിയിട്ട് ഈ സിനിമയിലെ ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം പാടി, അന്നത്തെ നായിക പാടി. അങ്ങനെ ഈ സിനിമ പുറത്തു വന്നു. ആ സിനിമയുടെ പേരാണ് ബാലൻ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്ന് എഴുതിയ ആളുടെ പേരാണ് മുതുകുളം രാഘവൻ പിള്ള. ഈ മലയാള സിനിമയിലെ ആദ്യത്തെ പാട്ടെഴുത്തുകാരനും നമ്മുടെ നിയതമായിട്ടുള്ള തിരക്കഥ അല്ലെങ്കിൽ ശബ്ദ സിനിമയിലെ
ആദ്യത്തെ തിരക്കഥാകൃത്തുവാണ് മുതുകുളം രാഘവൻപിള്ള. അതിനുശേഷം കമൽ സാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മുതുകുളത്തിനെ കണ്ട കാര്യം. അതായത് എല്ലാം ഒന്നുമില്ലാതെയായിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാർക്കുള്ള ക്ഷേമ പെൻഷൻ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ചുമച്ചു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കൊണ്ട വെയിലാണ് ഞാനും അല്ലെങ്കിൽ പാട്ടുമായി ഉപജീവിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തണല്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് മുതുകുളത്തിനെ ഓർക്കാതെ വയ്യ. ഞാനിത് പറഞ്ഞത് ആ കാലത്ത് സിനിമയില് കവിത ഉണ്ടാവുക എന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ ആ സിനിമയിൽ ഒരു പാട്ട് മുതുകുള എഴുതിയത് ജാതക ദോഷത്തിലെ എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അത് തേയിലത്തോട്ടത്തിലെ എന്നൊരു തമിഴ് പാട്ടിന്റെ ട്യൂണിനനുസരിച്ചാണ് എഴുതിയത്. അത് കഴിഞ്ഞ് അതേപോലെ അകാലെ ആരും എന്ന് പറയുന്ന പാട്ട് സുഹാനി രാത്തിന്റെ രീതിയിലാണ് ദക്ഷിണാമൂർത്തിക്ക് എഴുതേണ്ടി വന്നത്. അങ്ങനെ അഭയദേവനെ പോലുള്ളവര് ഇപ്പൊ പുത്തങ്കാവ് മാത്തന്തരങ്ങനെ പറഞ്ഞു. അങ്ങനെ പി ഭാസ്കരൻ തന്നെ പാട്ടെഴുത്തുകാരുടെ ഒരു നിര എടുക്കുമ്പോ, ക്രോണോളജിക്കൽ ഓർഡർ എടുക്കുമ്പോ 6-ാമത്തെയോ 7-ാമത്തെയോ ആളാണ് പി ഭാസ്കരൻ. അത് കഴിഞ്ഞാണ് ONV സാർ വരുന്നത്, അത് കഴിഞ്ഞാണ് വയലാർ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ പാട്ട് നിയതമായിട്ടുള്ള ഈണങ്ങൾക്കനുസരിച്ച് പാട്ട് ചെയ്യുന്ന രീതി ഈ നീലക്കുയിൽ വന്നപ്പോ അദ്ദേഹം സംവിധായകനായിരുന്നു ഭാസ്കരൻ മാഷ്. അദ്ദേഹം രാഘവൻ മാഷെ കൂടി ചേർത്ത് 54-ലൊക്കെയാണ് വരുന്നത്. ഈ രീതി മാറ്റുകയാണ്. ഈ രീതി മാറ്റിയപ്പോഴേ നമ്മൾ ഈ പറയപ്പെടുന്ന കവിത എന്നിപ്പോ ഞാനും ജിനുവും നമ്മളൊക്കെ പറയുന്ന, നമ്മൾ ആകുലപ്പെടുന്ന ഈ കവിത എന്ന് പറഞ്ഞ ഒരു കാര്യം സിനിമയിൽ വന്നിട്ടുള്ളൂ. അത് പിന്നീട് അത്തരത്തിലുള്ള കാവ്യാത്മകമായിട്ടുള്ള പാട്ടുകൾ വന്നു. അപ്പോഴാണ് ഈ സലീൽ ചൗധരിയൊക്കെ പോലുള്ള ആളുകൾ വന്നത്. ഈ സലീൽ ചൗധരിയുമായി ബന്ധപ്പെട്ടിട്ട് വയലാറിന്റെ ഒരു ഡയറി ഉണ്ട്. വയലാറിന്റെ ഡയറിയില് 1964 ജൂലൈ 12 വയലാർ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സലീൽ ചൗധരിയെ കണ്ടു, അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ പോയി, മുള്ളിൽ വീണ പനിനീർ പൂവിതൾ പോലെയുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം പരീക്കുട്ടിയുടെ പാട്ട് കിട്ടി, ട്യൂണിനെഴുതി ശീലമില്ല, വരികൾ ഈണത്തിന് അക്ഷരങ്ങൾ വയ്ക്കാം, കവിത വയ്ക്കുന്നത് എങ്ങനെ എന്നറിയില്ല, കാത്തിരുന്ന് കാണാം. ഇതാണ് വയലാർ അതിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിലെ പാട്ടുകൾ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളിലൂടെയാണ് സിനിമാ പാട്ട് വന്നത്. ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഞങ്ങൾ വിഷ്വലിനനുസരിച്ച് പോലും പാട്ട് എഴുതിയിട്ടുണ്ട്. തമ്പിസാറ് 1-ാം രാഗം പാടി എന്ന് പറയുന്ന പാട്ട് എഴുതുന്നത് വിഷ്വലിനനുസരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓലഞ്ഞാലിക്കുരുവി എന്ന് പറയുന്ന, ഒരുപക്ഷെ എന്നെ ഏറ്റവും ആദ്യം പ്രേക്ഷകർ അറിഞ്ഞ പാട്ട് എഴുതുന്നത് ഓൾറെഡി ആ പാട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നിയതമായിട്ടുള്ള ഒരു സംഗീതം കൊടുത്തിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പാട്ടല്ല അല്ലെങ്കിൽ കവിതയല്ല പാട്ട്, പാട്ടല്ല കവിതയിൽ പാട്ടാവാം, പാട്ടിൽ കവിതയുമാവാം. എങ്കിൽ ഇത് രണ്ടും രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു അപ്ലിക്കേഷൻ ആണ്, വെറും ഒരു ആർട്ടല്ല, ഒരു അപ്ലിക്കേഷൻ ആണ് എന്ന് തോന്നാറുണ്ട് ഈ പറയുന്ന പാട്ടെഴുത്ത് എന്ന് പറയുന്നത്. ഇന്നത്തേക്ക് പാട്ടെഴുത്ത് പ്രത്യേകിച്ച്, കാരണം നിയതമായിട്ടുള്ള ഒരു റൂള് അല്ലെങ്കിൽ ഒരു 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 ഇപ്പൊ ആ സങ്കല്പം, ഒരു ആശയം എന്ന് പറയുന്നത് ഒരു തിരക്കഥാകൃത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇത്തരത്തിലുള്ള വാക്ക് വേണം എന്ന് പറയുന്നത് സംവിധായകനാണ്. അതുപോലെ അതിലേടപെടുന്നത് സംഗീത സംവിധായകന്റെ ഈണത്തിനനുസരിച്ചുമായിരിക്കും ആ പാട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പാട്ടിൽ അല്ലെങ്കിൽ കവിതയിൽ ഒരു വാക്കും നിശബ്ദതയുമാണുള്ളത്. ഞാൻ അതിന്റെ അർത്ഥതലത്തിലേക്കല്ല പോകുന്നത്. പക്ഷെ പാട്ട് എന്ന് പറയുമ്പോൾ അവിടെ സംഗീതം ഒരു ഭാഷയാവുന്നുണ്ട് എന്നാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. ഇത് നിങ്ങൾക്ക് ഒരു കവിതയായിട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ, കൈതപ്പുറവും നിങ്ങൾക്കറിയാം, പാട്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, കൈതപ്പുറവും മോഹൻ സിത്താരയും കൂടിയിട്ടുള്ള പാട്ടാണ്. ഇഷ്ടമല്ലടാ, നിനക്ക് ഇഷ്ടമല്ലടാ, നിന്റെ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ എന്ന് പറയുന്ന ഒരു വരി, ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരിക?
ഇത് വായിച്ചു കഴിഞ്ഞാൽ നിന്റെ തൊട്ടുനോട്ടം എനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ ഒരു കവിതയായിട്ട് വരുമ്പോൾ നമുക്ക്, നീ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ഒരു വരിയായിട്ട് വായിക്കുമ്പോൾ. കവിതയായിട്ട് വായിക്കുമ്പോൾ എഴുതി തന്ന കവിത നിങ്ങൾക്ക് എഴുതി തന്ന് വായിക്കാനല്ലേ പറ്റൂ അപ്പൊ തോന്നുന്നത്. പക്ഷേ അവിടെ മോഹൻ സിത്താരയുടെ സംഗീതം കൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താണോ അവിടെ എഴുതി വെച്ചത്, നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ എന്താണോ അവിടെ എഴുതി വെച്ചത് അതിന്റെ വിപരീത അർത്ഥമാണ് സംഗീതം കൊണ്ട് അവിടെ ഉണ്ടാക്കുന്നത്. എനിക്കൊക്കെ ഇഷ്ടമാണ്, നീ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് എന്നുള്ളത് കവി എഴുതിയതിനെ തന്റെ സംഗീതം കൊണ്ട് തിരുത്തുകയാണ് സംഗീത സംവിധാനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാട്ടിൽ കവിത ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനപ്പുറം വാക്കും ഇതിനൊപ്പം സംഗീതവും അതിന്റെ ഭാഷയാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിനെ രണ്ടായിട്ട് കാണാം. അപ്പൊ കവിത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് രണ്ടായിട്ട് കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജിനു അവസാനം ചോദിച്ചൊരു ചോദ്യം, ഈ അക്രമം പാട്ടിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഒക്കെ പറയുന്നത് ഇലുമിനാറ്റി എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ചാണ്. ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന പാട്ടിന്റെ 4 വരി അറിയാത്ത ഒരാളും ഇതിലിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 53 കോടി കേരളത്തിലല്ല ഇന്ത്യയിലുള്ളവർ കേട്ടൊരു പാട്ടാണ്. അപ്പോ പക്ഷെ അതിൽ കവിത ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിനെ അത്രമേൽ കവിത്വത്തോടെയാണ്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കാവുന്ന കവിതയോടെയാണ് വിനായകത എഴുതിയത്. അതുകൊണ്ടാണ് എൻ്റെ നിങ്ങളുടെയും ചുണ്ടിൽ അത് വരുന്നത്. 2, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ട്, ആ സിനിമയിൽ ആ കഥാപാത്രം പറയുന്നതാണ് പാട്ട്, നമുക്കതിനെ അടർത്തി എടുക്കാമെങ്കിൽ പോലും ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു അക്രമം അതിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യണം. സിനിമയിൽ അക്രമം ആവശ്യമുണ്ടോ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. അപ്പോ ഒരു നായകൻ കൊച്ചിയിലെ ശീതീകരിച്ച ഒരു മുറിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അയാൾ 3/4 ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഫഹദ് ഫാസിലിനെ പോലെയോ ഷൈൻ നിഗത്തിനെ പോലെയോ നിങ്ങൾ പുതിയൊരു നായകനെ വിചാരിച്ചോളൂ. 4ാമത്തെ ഫ്ലോറിലാണ്, ചുമര് പോലും ചില്ലാണ്, താഴെ മുഴുവൻ മെട്രോ കാണുന്നുണ്ട്, നിയോൺ വെളിച്ചം കാണുന്നുണ്ട്. ഇയാൾക്കൊരു ഫോൺ വരുന്നു. ഇയാള് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വോഡ്ക കഴിക്കുന്നുണ്ട്. ഇയാൾക്കൊരു ഫോൺ വരുന്നു. ഫോൺ വരുമ്പോൾ പറയുന്നത് അയാളുടെ പ്രണയിനി ഇയാളെ വിട്ടുപോകുന്നു, നാളെ ആ പ്രണയിനി വേറൊരു കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇയാൾ സ്വാഭാവികമായിട്ടും എഫ് എന്ന് തുടങ്ങുന്ന 4 അക്ഷരമുള്ള ഒരു വാക്ക് പറയുന്നു. അയാൾ ഫോൺ വലിച്ചെറിയുന്നു. എന്നിട്ട് ആ ചില്ലുള്ള സ്ഥലത്തുനിന്ന് പുറത്തേക്ക് നോക്കുന്നു. ഇവിടെ ഒരു പാട്ട് വരുന്നു. ഈ പാട്ടിന്റെ ആശയം ഇപ്പൊ നമുക്ക് സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, ഇതാണ് ആശയം. ഇതേ പാട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ അവിടെ ഒരു ഭാവുകത്വ പരിണാമമില്ലേ? അങ്ങനെ ഒന്ന് എഴുതാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ശഠിക്കുന്നത് സിനിമയിലെ മറ്റു കാര്യങ്ങളൊക്കെ മാറിയാലും പാട്ട് അവിടെ തന്നെ നിൽക്കണം എന്ന അർത്ഥത്തിലാണ് പലരും പറയുന്നത്. അപ്പോൾ ആ പാട്ടിനും പാട്ടിലെ കവിതയ്ക്കും ഒക്കെ അതിനനുസരിച്ചുള്ള പാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും ഒക്കെ റഫീഖ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജാലകം എന്ന് പറയുന്ന വാക്ക് എഴുതി കഴിഞ്ഞപ്പോൾ റഫീഖ അഹമ്മദ് സംവിധായകൻ പറഞ്ഞിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അങ്ങനെ അത് മാറ്റിക്കൊടുക്കേണ്ടി വന്നു. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പാട്ടിലും വരും. പക്ഷെ ഞാൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വിശ്വസിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത് ഇങ്ങനെ ആളുകൾ പറയുന്നത് അത്രമേൽ മലയാളികൾ മറ്റേതിനേക്കാളും പാട്ടിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ നന്നാവണം, നമ്മൾ ഇഷ്ടപ്പെടുന്നവര് നമ്മളോട് എപ്പോഴും വിമർശനമാണല്ലോ പറയുന്നത്, അത് പാട്ടിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നവരുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ആ സംഭാഷണം കേട്ടോ. ഒരു ഭാവുകത്വ പരിണാമം അത് ചലച്ചിത്രഗാനം സമൂഹം ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്നുണ്ട്. മദീ മാഷ് ആണ് എനിക്ക് തോന്നുന്നു അതിലേക്കെല്ലാം ഞങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഈ ഭാവുകത്വ പരിണാമത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സ്പേസ് ആയിട്ട് ഹരിയേട്ടൻ ഇപ്പം പറഞ്ഞ സംഗീതത്തിൻ്റെ ഒരു ഇടനിൽപ്പുണ്ട്. ഇതെങ്ങനെയാണ് മലയാള കവിതയെ സജീവമാക്കുന്നത്?
പുതിയ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം ചലച്ചിത്രങ്ങളും സംഗീതത്തിന് ശേഷം വരികൾ എഴുതുന്നു, അതിനകത്തതും ഉണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം അങ്ങനെയാന്ന് തോന്നുന്നു, 99% ഇപ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നു അതിനകത്ത്? അതായത് മാഷ് മുമ്പേ പറയുകയും ചെയ്തു ഇതൊരു ഇതിനകത്ത് കവിതയുടെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതേപോലെ സമാന്തരമായിട്ട് ആ പ്രക്രിയ തന്നെയാണ് സംഗീതത്തിനൊപ്പം വരി എഴുതുകയും ചെയ്യുന്നു. ചലച്ചിത്ര ഗാനത്തിലെ സംഗീതം എന്താണ്? സമകാലീന ചലച്ചിത്ര ഗാനത്തോടുള്ള നിരീക്ഷണം എന്താണ്? ഞാൻ ഹരി നിർത്തിയ ആ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. അതായത് സിനിമാ ഗാനങ്ങൾക്ക് ശരിക്കും അതിന് ഒരു സെപ്പറേറ്റ് അസ്തിത്വം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹരി പറഞ്ഞതും അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സംവിധായകൻ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് ഒരാൾ പാട്ട് എഴുതുന്നത്. ആ പാട്ട് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാൽ ഭൂരിഭാഗം പാട്ടുകളും നിങ്ങളങ്ങനെ നോക്കിയാൽ ചിലപ്പം ഒരു അർത്ഥമില്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ അപ്ലൈഡ് ആർട്ട് തന്നെയാണ്, 100% അപ്ലൈഡ് ആർട്ടാണ്. അതൊരു കളക്റ്റീവ് ആർട്ട് കൂടിയാണ്. കാരണം ഒരു ഗാനരചയിതാവ് എഴുതാനിരിക്കുന്ന സമയത്ത് അതിൽ സംഗീത സംവിധായകൻ്റെ ഇടപെടൽ ഉണ്ടാവും, സംവിധായകൻ്റെ ഉണ്ടാവും. ആ വാക്ക് മാറ്റാൻ ജാലകം എന്ന് പറഞ്ഞ വാക്ക് മാറ്റാൻ പറഞ്ഞ പോലെ അങ്ങനെ നിർദ്ദേശം ഉണ്ടാവും. നേരെ മറിച്ച് കവിതയിലോ അത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. കവിതയിൽ ആ കവിയാണ് അദ്ദേഹം എഴുതുന്ന വാക്കുകളുടെ അധികാരി എന്ന് പറയുന്നത്. അദ്ദേഹം അതൊരു ഏകാന്തമായിട്ട് നടക്കുന്നൊരു പ്രവൃത്തിയാണ്. മറ്റേത് അങ്ങനെയല്ല. അതാണ്. അപ്പൊ നമ്മൾ ആ ഗാനങ്ങൾ ഒരു സെപ്പറേറ്റ് ആക്കണമെന്ന് നമ്മൾ വാദിക്കുന്നിടത്താണ് ഈ പ്രശ്നം തോന്നുന്നത്. കുറച്ച് മുമ്പേ കേരളത്തിൽ തിരക്കഥകളുടെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. തിരക്കഥ പുസ്തക രൂപത്തിൽ വരുന്ന കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വ്യാപകമായിട്ട് എല്ലാ പബ്ലിഷേഴ്സും തിരക്കഥകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയെന്നാണ്. പക്ഷെ ആ തിരക്കഥകൾ എന്ന് പറയുന്നത് അത് സിനിമയാവുന്ന സമയത്ത് അത് മാറുന്നുണ്ട്. സിനിമയാവുന്നതും ആ തിരക്കഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ തിരക്കഥ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി തിരക്കഥക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പാട്ടുകൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് വേണമെന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഈ നമ്മൾ ഹരി പറഞ്ഞ കാര്യം തന്നെയാണ് മറ്റൊന്ന് പറയുന്നത്. അതായത് നമ്മൾ കാവ്യ ഭാവുകത്വം മാറുന്നുണ്ടല്ലോ. ഇപ്പം കുറച്ച് മുമ്പ് ഒരു ഹിറ്റായ ഒരു ആൽബമായിരുന്നു ഞാൻ മരിച്ച നേരത്ത് എൻ്റെ കവിതകൾ എന്നെ തേടി വരുന്നു. ആ പാട്ട് കേട്ടാൽ അതിൽ കവിത ഉണ്ട് നമുക്ക് തോന്നില്ല. കവിത ഉണ്ട് നമുക്ക് ആ വാദത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റാപ്പ് സ്റ്റൈലിൻ്റെ ഒരു DJ സോങ് ആണ് ഞാൻ മരിച്ച നേരത്ത് എൻ്റെ കവിതകൾ എന്നെ തേടി വരുന്നു. അത് എനിക്ക് പാടാൻ അറിയില്ല, പാടാൻ അറിയുമെങ്കിൽ പാടാമായിരുന്നു. അപ്പോൾ ഈ വാക്കുകൾ, ഈ വരികൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലി കൊണ്ടായിരിക്കും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കവിതകൾ ഇല്ലാന്ന്. എല്ലാ കാലത്തും കവിതകളുണ്ട്. ഹരി എഴുതിയ എല്ലാ പാട്ടിലും കവിത ഉണ്ട്. കവിത ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1950 നിങ്ങൾ കേട്ടിരിക്കും, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു ഗായകനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുദാസിന് മുമ്പേ ആദ്യമായി പുരുഷ ശബ്ദം മലയാള സിനിമയെ കേൾപ്പിച്ചാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിന്റെ എങ്ങനെ നീ മറക്കും കുയിലേ എന്നുള്ള പാട്ടാണ് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട്. അപ്പോൾ അദ്ദേഹം പാടാനോർത്തൊരു മധുര ഗാനം, റേഡിയോ ഗാനമാണ്, അതിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്, മായരുതേ വനരാതെ എന്നുള്ളൊരു പാട്ട്. എത്ര പേര് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല. മായരുതേ വനരാതെ അതൊരു റേഡിയോ ഗാനമാണ്. നമ്മൾ ഇപ്പോഴത്തെ ആൽബം സോങ് പോലുള്ള ആ കാലത്തെ ഒരു സെപ്പറേറ്റ് ജോണറാണ് റേഡിയോ ഗാനം എന്ന് പറയുന്നത്. ഇദ്ദേഹം കോഴിക്കോട് അബ്ദുൽ ഖാദർ വാസുപ്രദീപ് എന്ന് പറഞ്ഞ നാടകകൃത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. വാസുപ്രദീപ് കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട KT മുഹമ്മദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടകകൃത്താണ് വാസുപ്രദീപ്. അദ്ദേഹത്തിന്റെ പ്രദീപ് ആർട്സ് എന്ന് പറഞ്ഞൊരു മുറിയും, അത് മിഠായി തെരുവിലാണ് പ്രദീപ് ആർട്സ്. ഈ പ്രദീപ് ആർട്സിലാണ് അന്നത്തെ കലാകാരന്മാര്, അന്നത്തെ സിനിമാക്കാർ IB ശശിയും ഹരിഹരനും അടക്കമുള്ള ആൾക്കാർ, KT മുഹമ്മദ്, ശാന്താദേവി, കോഴിക്കോട് അബ്ദുൽ ഖാദർ, ബാബുരാജ്, അങ്ങനെ എല്ലാവരുടെയും സംഗമ സ്ഥലമാണ് ഈ പ്രദീപ് ആർട്സ്. അപ്പൊ ഈ പ്രദീപ് ആർട്സിലെ ഈ വാസുപ്രദീപ് അദ്ദേഹം ചിത്രകാരനാണ്, പാട്ടെഴുത്തുകാരനാണ്, നാടകകൃത്താണ്. അദ്ദേഹം 60കളിലെ പരീക്ഷ നാടകങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഇങ്ങനെ സ്ഥിരമായിട്ട് വരും. അപ്പോൾ ഈ റേഡിയോ ഗാനങ്ങൾ അന്ന് ആകാശവാണിയിൽ വളരെ പതിവാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം കോഴിക്കോട് അബ്ദുൽ ഖാദർ ഈ വാസുപ്രദീപിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വാസു എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അത് ഇന്ന് വൈകുന്നേരം അത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. അപ്പം ഈ വാസുപ്രദീപ്
ബാനർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു പാട്ട് എഴുതി. ആ പാട്ടാണ് മായരുതേ വനരാധ എന്നുള്ള പാട്ട്. ആ പാട്ട് ആ പാട്ട് അദ്ദേഹം എഴുതി അബ്ദുൽ ഖാദറിനെ ഏൽപ്പിച്ചു. അബ്ദുൽ ഖാദർ അതുമായി ആകാശവാണിയിലേക്ക് പോയി അവിടുന്ന് റെക്കോർഡ് ചെയ്തു. അപ്പം അതിന് ട്യൂൺ കൊടുത്തത് അബ്ദുൽ ഖാദറാണ്. ദേശ് രാഗത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയത്. ഈ പാട്ട് ഏതാണ്ട് 1950 കാലഘട്ടത്തിലാണ്. ഇത് 1990 അവിടുന്ന് 40 വർഷം കഴിഞ്ഞിട്ട് സത്യജിത്ത് വേറൊരു രീതിയിൽ അത് ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുക. എങ്ങനെയാണെന്നറിയോ? ഗസൽ രൂപത്തിൽ. നിങ്ങൾ മഴ എന്ന് പറഞ്ഞ പാട്ടുകാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഴ പാടിയിട്ടുണ്ട്. മഴ ഷിബുവിന്റെ മകള്. അപ്പോൾ ഈ 50 വളരെ സ്ലോ പേസിൽ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ പാട്ട് 90 ഗസൽ രൂപത്തിൽ ഇദ്ദേഹം അവതരിപ്പിക്കുകയാണ്. എത്ര മനോഹരമാണ്! പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ മനോഹരമെന്ന് തോന്നും. അതിനെക്കുറിച്ച് അക്കാലത്ത് ഒരാൾ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ഈ പാട്ട് കവിത ഉണ്ടായിരുന്നു, ആ കവിത നശിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട് പഴയ തലമുറയിൽപ്പെട്ട ഒരാൾ. അപ്പൊ അദ്ദേഹത്തെ തോന്നുകയാണ് ഈ പാട്ട് ഇംപ്രവൈസ് ചെയ്ത് പുതിയ രീതിയിൽ അവതരിപ്പിച്ചപ്പം അതിന് കവിത കംപ്ലീറ്റ് ചോർന്നു പോയത്. അതൊരു തോന്നലാണ്. അങ്ങനെയുള്ളൊരു തോന്നലാണ് ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്നത്. കാരണം അവതരിപ്പിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഇപ്പൊ മിർസ ഗാലിബിന്റെ ഗസല് എത്രയോ ആൾക്കാർ പാടിയിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ സിനിമയിലാണ് സൈകൾ ഉസ്താദ് ഫയാസ് ഖാന്, ജഗ്ജി സിംഗ്, ബീഗം അക്തർ, മുഹമ്മദ് റഫി, മഞ്ഞാട് തുടങ്ങിയിട്ട് ഏറ്റവും പുതിയ ഒരാൾ വരെ അത് പാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ സൈകൾ പാടിയതും ഏറ്റവും പുതിയ ഒരാൾ പാടിയതും നമുക്ക് ഏതാ ഇഷ്ടപ്പെടുക? പുതിയ ആൾ പാടിയൊക്കെ ഇഷ്ടപ്പെടുക. കാരണം അയാളുടെ രീതിയിൽ ഇംപ്രവൈസ് ചെയ്താണ് അയാൾ പാടുന്നത്. അതാണ് ഈ അവതരണം ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഈ സൈക്കിളിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറയാം. ഒരിക്കല് HMV ഈ കിഷോർ കുമാറിനെ സമീപിച്ചു. കിഷോർ കുമാർ നമുക്കറിയാം. കിഷോർ കുമാർ ഉണ്ടാക്കിയ ഒരു വലിയൊരു ഓളം ഹിന്ദി സിനിമയിൽ. അദ്ദേഹം 1960 വരെ ഈ ക്ലാസിക്കൽ രാഗാസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സോങ്സ് ആയിരുന്നു. മുഹമ്മദ് റഫി കത്തി എന്ന സമയത്ത് 69 കിഷോർ കുമാർ വരുന്നത്. കിഷോർ കുമാർ ആരാധന എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആണ് അദ്ദേഹം ആ പാട്ട്, ആരാധനയിലെ പാട്ട്, ആ പാട്ടും മറന്നുപോയി. ആ പാട്ടിലൂടെ അദ്ദേഹം വരുന്നത് ആരാധനയില്. അപ്പോ അതിനുശേഷം മുഹമ്മദ് റഫിക്ക് പിന്നെ പാട്ടില്ല. പിന്നീട് അദ്ദേഹം ഈ നമ്മളിപ്പോ പറയുന്ന ഈ റാപ്പ് സ്റ്റൈലുള്ള പാട്ടുകളാണ് 70 കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തത്. പിന്നീട് 80 ഈ മുഹമ്മദ് റഫി തിരിച്ചു വരികയും അദ്ദേഹം 81 അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കത്തിയുന്ന സമയത്ത് HMV കമ്പനി ഇദ്ദേഹത്തെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു, സൈഗലിന്റെ പാട്ട് സാറൊന്ന് പാടണം, ആ പാടിയിട്ട് നമുക്കൊന്ന് അവതരിപ്പിക്കണം എന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം കിഷോർ കുമാർ ഏറ്റു. ആ സൈഗലിന്റെ പാട്ട് ഏതായാലും കിഷോർ കുമാറെ പാടിയിട്ട് കാസറ്റായിട്ട് ഇറക്കാം. പിന്നീട് കിഷോർ കുമാർ അത് ആലോചിച്ച സമയത്ത് അദ്ദേഹത്തെ മനസ്സിലായി, ഞാനിത് ചെയ്യുന്നത് സൈഗലിനോട് ചെയ്യുന്ന വലിയ അപരാധമാവും. ജനങ്ങളെ കമ്പയർ ചെയ്യും കിഷോർ പാടിയതും സൈഗിൾ പാടി. കാരണം സൈഗിൾ പാടിയ കാലത്ത് ആ സിസ്റ്റം, ആ മ്യൂസിക് സിസ്റ്റം മീൻസ് ആ സംഗീതമായിട്ടുള്ള ടെക്നോളജി തീരെ ഡെവലപ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ പറയും കിഷോർ കുമാർ പാടിയാണ് യഥാർത്ഥത്തിലുള്ള പാട്ട് എന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു. കാരണം സൈഗിളിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അവതരണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ കൊണ്ടും ആവണം കവിത ഇല്ല എന്ന് ധരിച്ചു വെക്കുന്നത്. കവിത ഉണ്ട്, കവിത എവിടെയും പോയിട്ടില്ല. കവിത നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കവിത വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സംഗീതം എന്നൊരു ആശയത്തിലാണ് തുടങ്ങിയതെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഒരു അടയാളപ്പെടുത്തലായിട്ട് നദീം മാഷ് ചർച്ചയെ തന്ത്രപരമായിട്ട് വഴിതിരിച്ചു. അപ്പോൾ ഇതെന്താണ് മനോജ് മാഷ്ക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു ഭാവത്തെക്കുറിച്ച് മാത്രമല്ല, നദീം മാഷ് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിനകത്ത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ശാഖയിലേക്ക്, ജനസിലേക്കൊക്കെ ഇതിനെ ഈ പരകായ പ്രവേശനം നടത്തുന്ന ഒരു രീതിയെക്കുറിച്ച്, ഗസലിലേക്ക് മാറ്റിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സംഗീതത്തിൻ്റെ പുതിയ രീതികൾ, പ്രവണതകളെ കുറിച്ച് എന്താണ് വിഷയം?
ഒരു 3-4 ഇൻസ്റ്റൻസസ് പറയാമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ONV സാറുമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ അദ്ദേഹം മരിക്കുന്നതിന് 2 മാസം മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, പുതിയ കാലത്തെ പാട്ടുകളെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ശയ്യാവലംബിയായിട്ട് കിടക്കുന്ന സമയമാണ്. എങ്കിലും അദ്ദേഹം അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മധുരനാരങ്ങ തെരുവിൽ വിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? ആദ്യം ഏറ്റവും തിളക്കമുള്ളതും വളരെ മിനുസമുള്ളതും ഒക്കെ ആയിട്ടുള്ള നാരങ്ങകൾ ഏറ്റവും മുകളിൽ വയ്ക്കുകയും ഏറ്റവും ജീർണിച്ചതും കേടുവന്നതുമായ നാരങ്ങകൾ അതിന് അടിയിൽ വെച്ച് പുറത്ത് മനോഹരമായി ഇത് സജ്ജീകരിക്കുന്ന ഒരവസ്ഥ. അതുമായിട്ടാണ് അദ്ദേഹം പുതിയ പാട്ടിനെ താരതമ്യം. എനിക്കത് ക്ലിയർ ആയിട്ടില്ല. ഞാൻ സാറിനോട് ചോദിച്ചു, എന്താ സാറ് ഒന്നുകൂടെ വ്യക്തമാക്കിയത് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത്, പുതിയ പാട്ടുകളെല്ലാം പല്ലവി വലിയ കുഴപ്പമില്ലാതെ പോകും, പിന്നീട് അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, തുടർച്ചകൾ ഉണ്ടാവില്ല, എന്തെങ്കിലും അസംബന്ധങ്ങളും ഒക്കെ എഴുതി വെക്കുന്നതാണ്. ഞാൻ ഈ ചർച്ച വേണം ഇതിലേക്ക് വഴിമാറും തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അത് നിർത്തി. അപ്പോ എത്രയോ കാലം പാട്ടുകൾ, മലയാളത്തിൽ നിരവധി പാട്ടുകളും കവിതകളും എഴുതിയ ഒരു മഹാകവി, അദ്ദേഹം 2000-ന് ശേഷം ഉള്ള പാട്ടുകളെ വിലയിരുത്തിയ ഒരു അപ്രൈസൽ, ഒരു ചില വാക്കുകളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. മറ്റൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫോണിൽ വിളിക്കുമായിരുന്ന ഒരാളായിരുന്നു കാവാലം ആരാണ് പഠിക്കുക സാർ. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ തിരുവനന്തപുരത്തല്ല വെച്ച് ഞാൻ കാവാലത്ത് ഒരു പാട്ട് എഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ കാലമായി മലയാളത്തിൽ പാട്ട് എഴുതിയിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ കളയണ്ടെന്ന് കരുതി. അദ്ദേഹം പറഞ്ഞത്, പാട്ട് എഴുതിയിട്ട് 4-5 ദിവസങ്ങളായിട്ട് പാട്ടുകൾ നിരന്തരം എഴുതി കൊടുക്കുന്നു, ഒന്നും സംവിധായകന് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്നോട് കഥ പറയുന്നത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് പാട്ടുകൾ എഴുതി കൊടുത്തു, അതൊന്നും അവർക്ക് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈണം മദ്രാസിൽ നിന്ന് കൊടുത്തയച്ചു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, സംഗീത സംവിധായകൻ, വളരെ പ്രശസ്തനായ സംഗീത സംവിധായകനാണ്. അദ്ദേഹം കൊടുത്തയച്ചു. അത് കേട്ടാൽ പിന്നീട് പറഞ്ഞാൽ മനസ്സിലാവും. അത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ്, ആ ഈണത്തിന് പാട്ട് എഴുതാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ കൺസീവ് ചെയ്ത് എഴുതി കൊടുത്ത വരികളൊന്നും അവർക്ക് താല്പര്യപ്പെടുന്നില്ല. ഞാൻ അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പാട്ട് എഴുതാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതും മരിക്കുന്നതിന് 2-3 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു. അതിന് ശേഷം അദ്ദേഹം ഒറ്റാലിൽ പാട്ട് ചെയ്തു. ജയരാജ് സാറിന്റെ ഒറ്റാലിൽ പാട്ട് ചെയ്യുകയും അദ്ദേഹം പാട്ടുകൾ സംഗീതം ചെയ്യുകയും അത് പാടുകയും ചെയ്തു. പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള സിനിമയായിരുന്നു. പക്ഷെ ആ പാട്ട്, ആ സിനിമ പിന്നീട് പുറത്തിറങ്ങി, അതിൽ പാട്ട് പുറത്തിറങ്ങുകയും ചെയ്തു. സാറിൻ്റെതല്ലാത്ത പാട്ട്, ഒറ്റത്തുമ്പി എന്ന് പറഞ്ഞ പാട്ട് പിന്നീട് വരികയും ചെയ്തു. നമുക്ക് അറിയാം പാട്ട് എഴുതിയത് ആരാണെന്നും പാട്ട് സംഗീതം ചെയ്താലും അറിയാം. പക്ഷെ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ONV സാറിനെ പോലെ എത്രയോ കാലം മലയാളത്തിൽ പാട്ടുകൾ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലി അടയാളപ്പെടുത്തിയുള്ള പാട്ടുകൾ ചെയ്തുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി വേറൊരാളെന്ന് പറയുന്നത് ഗിരീഷേട്ടനാണ്. ഗിരീഷേട്ടനെ ഈ പറഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ അടുത്ത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 10,000 പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് റോജൻ. പക്ഷെ എനിക്ക് സംതൃപ്തി തരുന്ന പാട്ടുകൾ ഒന്നും എഴുതാൻ കഴിയുന്നില്ല. കാവ്യാംശമുള്ള പാട്ടുകളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം. നമുക്കൊന്നും വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഈണം ഇട്ട് വരും, ആ ഈണത്തിനനുസരിച്ച് എന്തെങ്കിലും കുറെ വാക്കുകൾ ചെയ്യണം എന്നൊക്കെ അദ്ദേഹം സങ്കടപ്പെടുകയായിട്ട്. അതിൽ അദ്ദേഹം ഒരു പാട്ട് എന്നോട് പ്രത്യേകം എടുത്തു പറഞ്ഞു. ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് എന്ന് പറഞ്ഞ മായാമയൂരത്തിൽ ഒരു പാട്ടാണ് ഞാൻ വരി എഴുതി ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയും പാട്ടുകൾ, 10,000 പാട്ടുകൾ എഴുതിയ ഒരാള് പറയാണ്. ചിലപ്പോൾ വേറെ പാട്ടുകൾ ഉണ്ടാവാം, പിന്നെയും എന്നുള്ള പാട്ടൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞത് ഈ ഒരു പാട്ടാണ്. കമൽ സാർ പറയുന്ന കാര്യം നമുക്കറിയാം. ഗിരീഷ് ചേട്ടൻ എപ്പോഴും പറയും ഏത് തരത്തിലുള്ള പേന ഉപയോഗിക്കണം. പലതരത്തിലുള്ള പേനകൾ എടുത്തു വെച്ചിട്ടുണ്ട്. കമൽ സാറിനൊരു പേന കമൽ പേന, അല്ലെങ്കിൽ സിബി സാറിനൊരു സിബി പേന, അങ്ങനെയൊക്കെ പേനകൾ. അതായത്
ഞാൻ വരുന്നത് എന്താ വെച്ചാൽ സംവിധായകരും നിർമ്മാതാക്കളും അല്ലെങ്കിൽ ആ സിനിമ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സിനിമ സജ്ജീകരിക്കുന്ന ആളുകളുടെ ഒരു ഇരുത്തം അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്ന പാട്ടിൽ കവിത നിർണയിക്കുന്നത് ഈ പാട്ടെഴുത്തുകാരൻ മാത്രമല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഘടകം. ഈ പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു സംസർഗം വരുന്നത് ഈ നേരത്തെ പറഞ്ഞ കവികളുടെ എല്ലാം ശ്രേണികൾ കഴിഞ്ഞതിന് ശേഷം ഒരു മുഴുവൻ സമയ പാട്ടെഴുത്തുകാരൻ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ബിച്ചു തിരുമല എന്ന് പറയുന്ന ബിച്ചുവേട്ടനിലാണ്. വളരെ അനായാസതയിലും വളരെ മാന്ത്രിക വേഗതയിലും പാട്ടുകൾ ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം കവിയാണെന്ന് എനിക്കറിയില്ല, കവി ഒരു പക്ഷേ ആവാം, കവിയാണ്. കവിത അദ്ദേഹത്തിന് നിഷിദ്ധമല്ല, അദ്ദേഹത്തിന് കവിത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത്രയും പാട്ടുകൾ എഴുതാൻ കഴിയില്ല. പക്ഷെ മലയാളത്തിലെ മുഴുവൻ സമയ പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു അതിന്റെ ആദ്യത്തെ ആള് ഒരു പക്ഷെ അദ്ദേഹം ആയിരിക്കും. അതിന് മുമ്പുള്ള ആളുകളൊക്കെ തന്നെ കവികളായിരുന്നു. ONV സാറായാലും യൂസഫ് അലി സാറായാലും ശ്രീമാൻ നബി സാറായാലും ഒക്കെ കവികളാണ്. നേരെ തിരിച്ചുണ്ടായിട്ടുണ്ട്. കൈതപ്രവും ഗിരീഷേട്ടനൊക്കെ ആദ്യകാലങ്ങളിൽ കവിത എഴുതിയിട്ട് പല മാസികകളിലേക്ക് അയച്ചു കൊടുത്ത് അതെല്ലാം തള്ളുകയും പിന്നീട് സിനിമയിൽ പാട്ട് എഴുതി വിജയിച്ചതിന് ശേഷം അവരുടെ കവിതകളൊക്കെ ചോദിച്ചു വാങ്ങി അവർ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്ത് നേരെ തിരിച്ചുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ പാട്ട് എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. കവിത ഒരു സംസ്കാരമായിട്ട് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ അടയാളപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കവിത ഈ പാട്ടെന്ന സംസ്കാരത്തിൽ കലർത്തണം എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി മലയാളിക്കുണ്ട്. അതാവണം. ഒരു പക്ഷെ അത് നമ്മുടെ പരിമിതി. ഞാനതിന് പുതിയ പാട്ടുകൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പുതിയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, നമ്മൾ പാടിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് MP ശ്രീനിവാസന്റെ ഒരു പാട്ട് ഓർത്തെടുക്കുന്നത് പോലെ എനിക്ക് ഇന്നത്തെ പുതിയ തലമുറയുടെ ഒരു പാട്ട് ഓർത്തെടുക്കാൻ മുഴുവൻ വരികൾ എനിക്ക് പാടാനോ അല്ലെങ്കിൽ പറയാനോ കഴിയുന്നില്ല. ONV സാറിന്റെ നൂറുകണക്കിന് പാട്ടുകളുടെ വരികൾ ബൈഹാർട്ടാണ് എനിക്ക്. എന്നുവെച്ചാൽ ആദ്യം പല്ലവി മുതൽ അവസാനിക്കുന്ന ആ ഇടം വരെ ഞാൻ കൃത്യമായിട്ട് പാടും എന്നല്ല പറയുന്നത്, ചൊല്ലും, അല്ലെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ അനുശീലിച്ചിട്ടുള്ള ഒരു പ്രശ്നം. അതേസമയത്ത് ഇന്നത്തെ ഒരു പാട്ടും മുഴുവൻ ആദ്യത്തെ 1-2 വരികളൊക്കെ കുസൃതികളാണ്, കൗതുകങ്ങളാണ്, കൗതുകത്തിന്റെ ഘടനകളാണ്. അതായത് പെട്ടെന്ന് നേരത്തെ ONV സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഹുക്ക് എന്ന് പറയുന്ന സാധനം, ഞാൻ പാട്ടിലേക്ക് വരും. ഹുക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഉണ്ട് ഒരു ഹുക്ക്, ഒരു വരി നമ്മളെ പെട്ടെന്ന് കൗതുകം ഉണ്ടാക്കുന്ന ഒരു വരി ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കണ്ടിന്യൂറ്റി നേരത്തെ ONV സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു അസാധാരണ ഘടനകളുള്ള പാട്ടുകളുടെ ഒരു തുടക്കം മലയാളത്തിൽ ഒരു പക്ഷേ ബിച്ചു തിരുമല ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഈണത്തിനനുസരിച്ചിട്ട് എഴുതുന്ന പല പാട്ടുകളും. പിന്നെ ഇപ്പൊ പൂജപ്പൂ ഞാൻ നിന്നെ പൂജപ്പൂ നീ നിന്നെ പൂജിപ്പൂ ഞാൻ എന്ന് പറയുന്ന വരി ഒരു വള്ളിയോ പുള്ളിയോ ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ അർത്ഥതലങ്ങൾ മാറ്റാൻ കഴിയുന്ന വളരെ വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി, ലീല, പദലീല എന്ന് പറയുന്ന ഒരു സംഭവം. ഈ പദലീലകൾ മാത്രം അഭിരമിക്കുന്നതാണോ പാട്ട് എന്നുള്ളതാണ്. ഇന്നത്തെ പാട്ടുകൾ അങ്ങനെയാണ്. പലപ്പോഴും ചില വാക്കുകളുടെ കൗതുക ഘടനകൾ മാത്രം എടുത്തു വെച്ചിട്ട് ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ കാവ്യ സംസ്കാരവുമായി, നമ്മുടെ മലയാളിയുടെ കാവ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിത സംസ്കാരവുമായി ബന്ധപ്പെടാതെ വേറിട്ട് നിൽക്കുന്ന ഒരു മേഖലയായിട്ട് ചരിത്ര സംഗീതം പരിണമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക്. പക്ഷെ കവിത എന്ന് പറയുന്ന ഒരു സംസർഗം ഉൾപ്പെടുത്തി പാട്ടുകൾ ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ആയ ഒരു മേഖല, സ്വതന്ത്രമായ ഒരു മേഖല ഇവിടെ ഇപ്പൊ നിലവിലുണ്ട്. അത് ആൽബം ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ തന്നെ ഇഷ്ടംപോലെ പാട്ടുകളിൽ കവിതകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, നിരവധി വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ONV സാറിന്റെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫെബ്രുവരി 13 അദ്ദേഹത്തിന്റെ ഒരു പഴയ പാട്ട് ഏതോ വരികൾ അദ്ദേഹത്തിന് എന്നോ എഴുതി വെച്ച ഡയറിയിൽ എഴുതി വെച്ച വരികൾ അദ്ദേഹത്തിന്റെ മകൻ ചിട്ടപ്പെടുത്തി അപർണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പാടി യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പോ പുതിയ തലമുറ അവരുടെ പ്രതിനിധിയാണ് അപർണ.
അപർണയെ കൊണ്ട് പാടിച്ച ആ പാട്ട് സിനിമയിലല്ല, അതൊരു യൂട്യൂബിൽ നമ്മൾ കേട്ടു. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ രാജീവേട്ടൻ ONV സാറിന്റെ മകൻ, അദ്ദേഹം ONV സാറിന്റെ ജാലകത്തിൽ നീലവിരി എന്ന് പറഞ്ഞിട്ട് വിജയ് പാടിയൊരു പാട്ട് അദ്ദേഹം സംഗീതം ചെയ്ത് പുറത്തിറക്കിയിരുന്നു. അപ്പൊ അതിനൊക്കെ ആളുകൾ ഇഷ്ടംപോലെ, ഞാൻ നോക്കുമ്പോൾ ലൈക്ക് ഇഷ്ടംപോലെ ആളുകൾ കാണുന്നു കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാട്ടെന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ അതൊരു ശ്രവ്യാത്മകത മാത്രമുള്ള ഒരു സാധനമാണെങ്കിൽ ഇന്ന് പാട്ടിന്റെ കൂടെ ദൃശ്യവും കൂടി വരികയാണ്. ഈ ദൃശ്യാംശവും ശ്രവ്യാംശവും കൂടി ഒന്നിച്ച് കൂടി കലർന്ന് വരുന്ന ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നമാണ് പാട്ട് ഇന്ന്. അതുകൊണ്ട് നമ്മളെ ആ രീതിയിൽ നമ്മൾ പാട്ട് നമ്മൾ ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഈ രണ്ടിന്റെയും അതിർത്തികൾ എന്താണെന്നുള്ളത് നേരത്തെ ഹരി പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ടിലെ കവിത എത്രത്തോളം വേണമെന്നും അതിന്റെ അതിർത്തികൾ വളരെ ട്രാൻസ്പെറന്റ് ആണ്. അത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. പണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമായിരുന്നു ഒരു പക്ഷേ ഇതിൽ ഇത്ര കവിത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്ര കവിത ഇല്ല ONV സാറിന്റെ പാട്ടിലെ കവിത ചോരുന്നുണ്ടോ അതുപോലും നമ്മൾ സംശയിക്കുന്നുണ്ടായിരുന്നു. ONV സാറിന്റെ ആദ്യത്തെ പാട്ടുകളിലുള്ള കവിത പിന്നീട് ഉണ്ടായില്ലല്ലോ. പ്രകൃതി എത്രത്തോളം ഇന്നത്തെ പാട്ടുകളുണ്ട്, ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രകൃതി പണ്ടത്തെ പാട്ടുകളിൽ ONV സാറും അല്ലെങ്കിൽ ഈ വയലാറും ഭാസ്കര മാഷ പാട്ടുകൾ കേരളീയ പ്രകൃതിയും അല്ലെങ്കിൽ പിന്നെ യൂസഫ് സാറിന്റെ പ്രകൃതിയും അല്ലെങ്കിൽ തമ്പി സാർ ഉപയോഗിച്ചിരിക്കുന്ന കേരളീയ പ്രകൃതി, കേരളീയ ബിംബങ്ങളും ഇതൊക്കെ നമുക്കറിയാം. കേരളം മറഞ്ഞു പോയാലും ഈ തമ്പി സാറിന്റെ പാട്ട് കേട്ടാൽ നമ്മൾ കേരളത്തെ ഓർക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ ഒരു സമസ്ത കേരളം അതിനകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പ്രകൃതി ഭൂപ്രകൃതിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ആചാര റിച്വൽസ് ഉണ്ടായിരുന്നു, നമ്മുടെ പിന്നെ ആചാരങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇന്നത്തെ പാട്ടിൽ ആ പ്രകൃതി നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കവിതയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഇമേജറി എന്ന് പറയുന്ന സാധനം, ഇമേജ് ഉണ്ടാക്കുക, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി. പണ്ടത്തെ ഇമേജിലാണല്ലോ കവിത നിലനിന്നിരുന്നത്. ആ ഇമേജറി ഇന്ന് കുറയുന്നുണ്ടോ? ഇത് സംശയം കേട്ടോ, എന്റെ സംശയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ ഇമേജറി കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. കവിത കുറയുന്നതെന്ന് എവിടെയാ പറയുന്നത്, പക്ഷെ ഇമേജസ് അല്ലേ, ഈ ഇമേജസ് കൂടി വേണ്ട കവിതയിൽ നിന്നുള്ള ചോദ്യം. അത് ആ ഇമേജസ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഈ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ തട്ടാതെ പോകുന്നത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു. അത് അതേ സമയത്ത് ഇന്ന് പാട്ടെഴുതുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു ലിറിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, സംശയമൊന്നുമില്ല. ലിറിക്കൽ ഇന്റലിജൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലിറിക്കൽ ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ വെറ്ററൻ എന്ന് പറയുന്നത് ബിച്ചു തിരുമലയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ തുടർച്ചകളാണ്. അദ്ദേഹം ഇപ്പൊ ഈ വാഗപ്പൂ വടയക്കർ ഈ സാധനം അദ്ദേഹം എത്രയോ നല്ല പാട്ടുകൾ എഴുതിയുള്ള ഒരാളാണ് ഞാൻ പറയുന്നത്, എത്രയോ നല്ല പാട്ടുകൾ അദ്ദേഹം. പക്ഷെ അവിടെ നിന്ന് ശ്യാം സാറും പിന്നെ ബിച്ചു തിരുമലയും ഒക്കെ കൂടി ചേർന്ന ഒരു കണക്ഷൻ, അന്നത്തെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. അത് ജോയി മാഷൊക്കെ വരുന്ന ഒരു കണക്ടിവിറ്റിയിൽ നിന്നാണ് മലയാള പാട്ടുകൾ കവിത ചിട്ടപ്പെടുത്തിയിട്ട് പാട്ടുണ്ടാകുന്ന ഒരു രീതിയെ വ്യത്യാസപ്പെടുത്തിയത് അവരാ. ഈണം കൊടുത്തിട്ട് അതിനനുസരിച്ച് പാട്ട് എഴുതുന്ന ഒരു രീതി. വസത്തിൽ വരുന്നത് KK ജോയി എന്ന് പറയുന്ന ആളും ശ്യാം സാറൊക്കെ വരുന്ന, അതിന് മുമ്പ് അങ്ങനെ ഇല്ല. അപ്പൊ അവിടെ തന്നെ ഒരു രീതി വന്നു. ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന പാട്ടുകൾ ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച പാട്ടുകാർ, സംശയമൊന്നുമില്ല. അങ്ങനെ ട്രാൻസിഷൻ പീരീഡ് പാട്ടുകൾക്ക് ഉണ്ടാവും. എല്ലാ ഉൽപ്പന്നത്തെ പോലെ പാട്ടും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഹരി പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം, നമുക്ക് അത്ര ഇഷ്ടമാണ് പാട്ടിനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടിനെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മറ്റ് എന്ത് സാധനത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പാട്ടിനെ ഇവാലുവേറ്റ് ചെയ്യും. പാട്ടിനെ മ്യൂസിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പോലും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും ഇന്ന് സജ്ജനാണ്. കാരണം നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പുള്ള ഒരാള് പാട്ട് കേട്ടാൽ അവിടെ സംഗതി പോയി ഇവിടെ സംഗതി പോയി എന്ന് അങ്ങനെ പറയില്ലല്ലോ. ഇന്ന് ചെറിയ കുട്ടിക്കാരൊക്കെ പറയാം അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മ്യൂസിക്കലി വളരെ എക്സ്പെർട്ടൈസ് ചെയ്തു നമ്മൾ. അത് ലിറിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന രീതി ഇന്നത്തെ പാട്ടെഴുത്തുകാരൻ, കവി എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് പാട്ടെഴുതുകയാണെങ്കിൽ മാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറഞ്ഞ ഒരാള് പാട്ടിന്റെ മാസ്റ്ററായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം എഴുതുന്ന ഹൈക്കു കവിതകൾ, 4 വരി കവിതകളുടെ പ്രണയ കവിതകളുടെ മാറ്റ് നമുക്കറിയാലോ. നമ്മൾ ഈ ഓരോ ദിവസവും നമ്മൾ യൂട്യൂബിൽ ഇതിൽ കാണുന്നത് നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ചിരുന്നത് സാറിന് നമ്മൾ കാണുമ്പോൾ അത് തന്നെ പാട്ടാണ്. പക്ഷെ ആ ഒരു ലിറിക്കൽ ഇന്റലിജൻസ് എവിടെയോ അദ്ദേഹത്തിന് കൈമോശം വരുന്നുണ്ട്. എനിക്ക് പറ്റുന്ന ഒരു പണി അല്ലടോ എന്ന് പറയാറുണ്ട്. അറിയോ,
അപ്പൊ അദ്ദേഹം പാട്ടെഴുത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കവച്ചൊക്കെ ഒരാൾക്കല്ല മലയാളത്തിൽ. അത്രയ്ക്കും ആ രീതിയിലുള്ള പദധ്യാനമുള്ള ഒരാളാണ്. പദധ്യാനമുണ്ട്, വേർഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അറിവില്ല മലയാളത്തിൽ. ഇപ്പോൾ അത്രയും പാട്ട് അങ്ങനെ പോയി ചെയ്യാം. 2 വരികൾ ചേർത്തിട്ട് 2 വാക്കുകൾ ചേർത്തിട്ട് പുതിയ പ്രപഞ്ചം, മൂന്നാമത്തെ ഒരു നക്ഷത്രം ഉണ്ടാക്കുന്നത് പറയുന്ന വാക്കിന്റെ നക്ഷത്രം ഉണ്ടാക്കുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. അത് പാട്ടിൽ സംഭവിക്കുന്നത്. ഇന്നത്തെ പാട്ട് ആവശ്യപ്പെടുന്ന സാധനമാണ് അത് വാസ്തവത്തിൽ, പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, നമ്മൾ ഈ പറയുന്ന ടെക്നോളജിയുടെ ഒക്കെ ഒരു വളർച്ചയൊക്കെ തന്നെ ഒരു പക്ഷേ അത്തരം വാക്കുകൾ ഈ കടമെടുക്കാൻ പാട്ട് അത്തരം വാക്കുകളെ കടമെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമാണ്. സിനിമ അങ്ങനെ തന്നെയാണ്. സിനിമയിൽ കുടുംബ ബന്ധങ്ങളില്ല, സിനിമയിലെ സദാചാരത്തിന്റെ വ്യത്യാസം, മൂല്യങ്ങളുടെ വ്യത്യാസം ഒക്കെ ഉണ്ട്, കുടുംബ ബന്ധങ്ങളുടെ വ്യത്യാസം ഒക്കെ അതെല്ലാം പാട്ടിലും പ്രതിഫലിക്കും. അത് സംശയമൊന്നുമില്ല. നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലുള്ള മാറ്റങ്ങൾ പാട്ടിൽ പ്രതിഫലിക്കും. അത്തരം വാക്കുകൾ, ആ രീതിയിലുള്ള വാക്കുകൾ ഇപ്പൊ പലപ്പോഴും ഈ ടെക്നോളജിയുടെ ടെർമിനോളജിയാണ് പാട്ടുകളിൽ കൂടുതൽ. എനിക്ക് പലപ്പോഴും പല വാക്കുകളും അറിയില്ല. കമ്പ്യൂട്ടറിനുമായി ബന്ധപ്പെട്ട പല സാധനവും ഞാൻ അജ്ഞനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വാക്കുകളെന്ന് പറഞ്ഞാൽ എന്താ ഈ സാധനം എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ട്. മോളോടൊക്കെ ചോദിച്ചാൽ അവൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അവരാണ് പറഞ്ഞത് ഇത് ഇന്നതാണ് സാധനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വാക്കുകൾ, പുതിയ പുതിയ വാക്കുകൾ മലയാളത്തിലേക്ക് കയറി വരുന്നു. കലാലയത്തിൽ നിന്ന് പുതിയ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുന്ന വാക്കുകൾ പുതിയതായിട്ട് വരുന്നു. തെരുവിൽ നിന്നുള്ള വാക്കുകൾ, ഇങ്ങനെ വാക്കുകൾ പരീക്ഷിക്കുന്ന ഒരു ഇടമായിട്ട് പാട്ടിന്റെ മേഖല വരുന്നു. പണ്ട് അങ്ങനെ ഇല്ല. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുലപതികളും വിറ്റോക്കെ അങ്ങനത്തെ ഒരു വാക്കുകൾ അങ്ങനെ പരീക്ഷിക്കുന്ന ഒരു കലല്ല. കൺവെൻഷണൽ ആയിട്ട് കുറെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഉപയോഗിക്കുന്നു. ആ പരിമിതപ്പെട്ട വാക്കുകളിൽ നിന്ന് ഒരു മനോഹരമായ പ്രപഞ്ചം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നിയപ്പോ ഭാസ്കര മാഷ് ഇപ്പോ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവു കാണും, നിന്നെ മാത്രം എന്നുള്ള ഇത് പിന്നെ ഭാസ്കര മാഷും രാഘവ മാഷും തമ്മിൽ ചെയ്തിട്ടുള്ള. അതേ സമയത്ത് ഇതേ ഇമേജറി തന്നെ അദ്ദേഹം വിഴിയുന്ന ഞാനടയ്ക്കുമ്പോ കനവുകളിൽ നീ മാത്രം, നിലവ് തുറന്നാലും കനവുകളിൽ നീ മാത്രം എന്ന് പറയുന്ന A.T. ഉമ്മർക്ക ചെയ്ത പാട്ട്. ഇത് 2 ഇമേജിൽ ഒന്നാ ഒരേ സാധനമാണ്. പക്ഷെ 2 പാട്ടിന് 2 സിറ്റുവേഷന്, 2 സിനിമാ സന്ദർഭത്തിന് വേണ്ടി 2 സംഗീത സംവിധായകർ ചെയ്തു കൊടുത്തതാ. ഒരേ ഇമേജറിയാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ഉണ്ടെന്ന് ഇരിക്കുന്നു. ഭാസ്കര മാഷൊക്കെ ഒരേ ഇമേജ് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം അവർ തമ്പി സാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര സമുദ്രകൃതം ചാത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ എന്നുള്ള വരിയുണ്ടല്ലോ. അത് തന്നെ അത് എങ്ങനെ കോരി നിറച്ചു നീ കണ്ണിൽ ഇത്ര വലിയ സമുദ്രം എന്ന് പറയുന്ന സാധനം. ഇത് 2 ഒരേ സാധനമാണ്, ഒരേ ഇമേജറിയാണ്. 2 സിനിമയ്ക്ക് വേണ്ടി, 2 സിറ്റുവേഷന് വേണ്ടി, 2 സംവിധായകർക്ക് വേണ്ടി എഴുതുന്നത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അന്ന് നടന്നത്, ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്നത് നമ്മുടെ ജീവിത വ്യവഹാരങ്ങളെ ബന്ധപ്പെട്ട് ഒട്ടും തന്നെ നമുക്ക് ബേജാറാവാനൊന്നുമില്ല. അത് സിനിമയ്ക്ക് നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. നമുക്ക് സിനിമ പാട്ടും നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. അങ്ങനെ തന്നെ വരികയും വേണം. മാത്രമല്ല, ഈ നല്ല പാട്ടിന്റെ ഒരു ഭാഗ്യമാണ് കവിത. വിമർശനം ഒരുപക്ഷെ ഒരു പരിധി വരെ ചെറിയ മുറിവോ സങ്കീർണതയൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ മനോജ് മാഷ് വളരെ ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും വളരെ ജാഗ്രതയോടെ സംസാരിക്കുകയും ചെയ്യും. നമുക്ക് നോട്ടീസ് തന്നിരിക്കുന്ന സമയം 3:30. ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാനും തുടർന്നൊരു കൺക്ലൂഷനും വേണം. അപ്പോൾ ആ നിലയിൽ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഇവരോട് എന്തെങ്കിലും സംവദിക്കാനുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുക. ആ കൂട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാമെന്ന് കരുതുന്നു. വളരെ സജീവമായൊരു ചർച്ചയായിരുന്നു.
ചോദ്യങ്ങളുള്ളവരൊന്ന് കൈ പൊക്കുകയാണെങ്കിൽ മൈക്ക് കൈമാറാം. അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ളവർക്ക് അതും ആവാം. ശരിക്കും പറഞ്ഞാല് സിനിമയില് സാഹിത്യം അല്ലെങ്കിൽ പാട്ടിന്റെ ഗുണമേന്മ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. പിന്നെ നമുക്ക് പഴയ പാട്ടുകൾ അത് പഴയ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാൽ പുതിയ പാട്ടിലെ വരികൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണമില്ല. മാത്രമല്ല നമുക്കത് വീണ്ടും കേൾക്കാനുള്ള പ്രേരണ കുറവുമാണ്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഹരിനാരായണ സാറ് അതേപോലെ റഫീഖ് അഹമ്മദ് അങ്ങനെ വിരലുണ്ടാവുന്ന മാത്രമാണ് സാഹിത്യ ഭംഗി എന്നുള്ള കവിതകൾ പുതിയ കാലഘട്ടത്തിലുള്ളൂ എന്നാണ് നേരത്തെ വായിക്കാൻ കഴിയുന്നത്. നേരെ വെച്ച് പഴയ പാട്ടുകളിൽ എല്ലാ ചരിത്രഗാനങ്ങളും നമുക്ക് എത്ര കേട്ടാലും മറക്കില്ല. അപ്പൊ കാലഘട്ടം വേറെ മാറുന്നതിനനുസരിച്ച് എല്ലാം മാറുന്നു പറഞ്ഞ് അങ്ങനെ ലളിതവൽക്കരിക്കാൻ പറ്റുമോ ഈ സിനിമാ പാട്ടുകൾ എന്നുള്ളതാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കുളിരോർമ്മയായി നിൽക്കുന്നത് മാത്രമേ എന്നും നിലനിൽക്കൂ തോന്നുന്നു. അപ്പൊ എല്ലാ രീതിയിലും മാറ്റം വരുന്നുണ്ട്. അതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു പാട്ടിലെ രചനകളിൽ സംഗീതം ശരിക്കും പറഞ്ഞാൽ ആദ്യം ട്യൂൺ ചെയ്തത് അതാണ് സത്യത്തിൽ സാഹിത്യഭംഗി ചോർത്താൻ ഏറ്റവും വലിയ കാരണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചലച്ചിത്രഗാനങ്ങളിലെ സാഹിത്യഭംഗി കവിതയ്ക്ക് ചോരാൻ ഏറ്റവും പ്രധാനം. എല്ലാതും ആധുനിക കച്ചവൽക്കരണത്തിന്റെ കാലത്ത് എത്തുമ്പോൾ ഒക്കെ സ്പീഡാവും. പിന്നെ ഇന്നത്തെ തലമുറ സത്യമാണ് ഇപ്പൊ മനോജ് മാഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ പുതിയ തലമുറ മക്കൾക്കൊക്കെ തന്നെ അവരുടെ ടേസ്റ്റുകളും ഇഷ്ടങ്ങളും ഒക്കെ മാറി. അതിനനുസരിച്ച് നമ്മൾ അവരുടെ മാറ്റത്ത് നിൽക്കല്ല വേണ്ടത്. സത്യത്തിൽ സാഹിത്യ ഭംഗി കാരണം നല്ല കവിതകൾ രചിച്ച് ചലച്ചിത്രഗാനം പുഷ്ടിപ്പെടുത്തണം. നല്ല രീതിയിൽ നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കുന്ന രചനകൾ തന്നെ നടത്തണം എന്ന് മാത്രമാണ് നമ്മൾക്ക് ഇന്നും ഓർക്കാൻ കഴിയുന്നത്. അതാണ് എന്റെ നമ്മുടെ ഏജിന്റെ കാലത്തുള്ള പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ കൃതികൾ തന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വരണം എന്നും ഊഹിക്കുന്നതാണ്. എത്ര ജയചന്ദ്രന്റെ ഒക്കെ പാട്ട്, യേശുദാസിന്റെ ഒക്കെ പഴയ കാലത്തെ പാട്ട് നമുക്ക് മണിക്കൂർ 24 മണിക്കൂർ കേട്ടാലും മതിയായി. ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ പട്ടാമ്പിയിൽ ജയചന്ദ്രന്റെ ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഇവിടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് നിൽക്കണമെന്ന് തന്നെ വിചാരിക്കും. എത്ര കേട്ടാലും മറക്കും. അപ്പൊ ഇഷ്ടമല്ലടാന്നൊക്കെ പറഞ്ഞു കേട്ടാ ആ പാട്ടിന്റെ കാര്യം ഇപ്പൊ കൈതപ്പുറം പോലെ അതാ വർത്താനത്തിലെ സംഭാഷണത്തിലേക്ക് മാത്രം ചുരുങ്ങി നിൽക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ആ പാട്ട് പോരണില്ല. എത്രമാത്രം മനസ്സ് തങ്ങി നിൽക്കൊരു സാധനം അതന്നെ ഇതിന്റെ സാഹിത്യ ഭംഗി കൊണ്ടാണ് തങ്ങി നിൽക്കുന്നത് പറയുന്നു. അത്രമാത്രമേ പറയാം. ചോദ്യങ്ങൾ ഒരുമിച്ച് കേട്ട ശേഷം ഇവിടെ ഒരു അഭിപ്രായ പ്രകടന രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിൽ വന്നത് ഇപ്പോൾ മുൻപ് സംസാരിച്ച വ്യക്തികൾ സൂചിപ്പിച്ച സിനിമാ ഗാനങ്ങൾക്കകത്തെ കവിതയുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നമുക്കൊരു കലാസൃഷ്ടിക്ക് ചിലപ്പോൾ അതിൻ്റെ വിലയിരുത്തലുകൾ സംഭവിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും, പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും എന്ന് പണ്ട് പത്മരാജൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു വെക്കാനുള്ളത്. മറ്റൊന്നൊരു ചോദ്യമായിട്ടല്ല, ഒരു അഭിപ്രായ പ്രകടനം എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ പല പുതിയ കാലത്തെ ഗാനങ്ങൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അത് കൃത്യമായി കാലഘട്ടത്തെ അടയാളപ്പെടുത്തണം. ഈ സാമൂഹികമായിട്ട് അടിച്ചമർത്തൽ നേരിടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംവദിക്കണം. രാഷ്ട്രീയം സംവദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിലെ ഗാനരചയിതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ട്. ആ രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വേടനെ പോലുള്ള പുതിയ തലമുറയിലെ ഗാനരചയിതാക്കൾ, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഒരു റാപ്പ് സോങ് ആണ്. ആ റാപ്പ് സോങ്ങിന്റെ വരികൾ, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണയിൽ എനിക്കൊരു മൈരുമില്ല എന്ന് പറയുന്ന സമയത്ത് അത് സോക്കോൾഡ് കവിതാ സങ്കല്പങ്ങൾക്ക് എത്രത്തോളം ഉതകുന്നതാണെന്നുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ആ വരികൾ ഈ സമൂഹത്തോട് സംവദിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം സംവദിക്കുക എന്നുള്ളതാണ് ഒരു ഗാനരചയിതാവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഒരു പുതിയ തലമുറയിലെ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം കവിത എഴുതുന്നവർ ആ രീതിയിൽ അവരുടെ കലയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക, ഗാനരചയിതാക്കൾ അവരുടെ ചട്ടക്കൂടുകൾക്ക് നിന്നുകൊണ്ട്, ഈ ചട്ടക്കൂടുകൾക്ക് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മ്യൂസിക് ഡയറക്ഷന്റെ നിർദ്ദേശങ്ങൾ, അതുപോലെ സിനിമയുടെ സംവിധായക നിർദ്ദേശങ്ങൾ എന്നീ പറയുന്ന ചട്ടക്കൂടുകൾക്ക് നിന്നുകൊണ്ട് അവർ അവരുടെ രീതിയിൽ രാഷ്ട്രീയം സംബന്ധിക്കുക, ഗാനങ്ങൾ എഴുതുക, കഥകൾ എഴുതുന്നത് അവരുടെ രീതിയിൽ എഴുതുക, സാഹിത്യം രചിക്കുന്നത് ആ രീതിയിൽ എഴുതുക. അതിന് നമ്മൾ ഈ വലിയ ഒരു പിടിവാശികൾ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം അത് കാലഘട്ടത്തിന് ഹാനികരമാവുന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിരന്തരം രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ടിരിക്കുക, കലയിലൂടെ രാഷ്ട്രീയം നിരന്തരം സംബന്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്.
മറ്റു കാര്യങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നും ഞാൻ നിഷേധിക്കുന്നില്ല, അതിനൊന്നും എതിർപ്പുമില്ല. ഇതെന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുക. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ് ചോദിക്കാറുള്ളത്. സിനിമയായിട്ട് ഗാനരചന എന്ന നിലയിൽ ഹരിയേട്ടനുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഈ ചലച്ചിത്ര ഗാനത്തിന്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലാണ് ഈ ഒരു സാധനം കൂടുതലായിട്ട് കാണുന്നത്, അതായത് സിനിമ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇപ്പം അടൂരിന്റെ സിനിമയിൽ ഞാൻ ശ്രദ്ധിക്കും, അതിനകത്ത് ഗാനങ്ങളൊന്നുമില്ല. മറ്റ് പശ്ചാത്തല സംഗീതം കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ ചലച്ചിത്ര ഗാനം ഈ സിനിമയ്ക്ക് ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഈ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, ഇത് ഭക്തിഗാനമാണ്, ഒപ്പം തന്നെ സിനിമയിലെ ഒരു ഗാനമാണ്. 1970 വന്ന ഏതോ ഒരു സിനിമയിലെ ഗാനമാണ്. പിന്നെ ഇപ്പൊ അവസാനം വന്ന ഗുരുവായൂരമ്പലം നടയും എന്ന സിനിമയിൽ കൃഷ്ണ 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 അജു ഒരു ഗാനമുണ്ട്. അതൊരു ഭക്തിഗാനമാണോ ചലച്ചിത്ര ഗാനമാണ്? ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തലത്തിലുള്ള ആലോചന ഈ ചലച്ചിത്ര ഈ ഗാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കവിത ഉണ്ടെന്നുള്ള രണ്ടാമത്തെ വിഷയം, സിനിമയ്ക്കകത്ത് ചലച്ചിത്ര ഗാനം വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതെന്തെങ്കിലും എന്റെ ഭാഗത്തുള്ളവരെ ഇപ്പൊ ഇത് വേണ്ട എന്നുള്ളതാണ്. നിങ്ങളൊരു മറുപടി കിട്ടിയാക്കും. ഹരിയുടെ നമസ്കാരം. എല്ലാവരോടും കൂടെ ചോദിക്കുന്നതാണ്. ഈ എപ്പോഴും വരുന്നൊരു കോൺഫ്ലിക്റ്റ് ആണ് കവിത എന്ന് പറയുന്നത്. എന്താണ് കവിത എന്നതുകൊണ്ട് ചലച്ചിത്ര ഗാനത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇരിക്കും. അങ്ങനെയാണ് ഇപ്പൊ മലയാള ചലച്ചിത്ര ഗാനങ്ങളെല്ലാം തന്നെ കവിതയാകണം എന്നൊരു നിലപാടാണെങ്കിൽ എന്തുകൊണ്ട് മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്ന ചോദ്യം ഈ ചോദിക്കുകയാണ് ലീല ടീച്ചർ എഴുതിയ പുസ്തകത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ മലയാള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ, സാഹിത്യ ഗ്രന്ഥങ്ങളിലൊക്കെ. പിന്നെ മനോജ് മാഷെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ അടുത്ത് വന്ന കമർ നക്ഷത്ര കഞ്ഞികൾ കൂടി വായിച്ചൊരാളാണ്. ചലച്ചിത്ര ഗാനങ്ങളെ പരമാവധി ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പം മാഷ് പറഞ്ഞ പല കാര്യങ്ങളും എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു തരത്തിൽ നമ്മുടെ എന്താ പറയാ സോക്കോൾഡ് ആയിട്ടുള്ള ഒരു പഴമയെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മാഷിന്റെ വർത്താനത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ചലച്ചിത്ര ഗാനങ്ങൾ പ്രകൃതി എന്നതുകൊണ്ട് ബിംബം എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പം ഏത് അർത്ഥത്തിലാണ്? ഇപ്പം വയലാർ എഴുതുന്ന സമയത്ത് വയലാറിന്റെ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൽ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് സംസ്കൃതത്തിൽ എഴുതിയ പാട്ടുകളുണ്ട്. യൂസഫ് അലി കേച്ചേരിയെ പോലുള്ള ആളുകൾ, കൈതപ്പുറത്തെ പോലെ, ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെ സംസ്കൃതം മലയാളം സമ്മിശ്രമായിട്ട് പാട്ടുകൾ എഴുതിയ ആളുകളുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പല പാട്ടുകളും വന്നിട്ട് ഇപ്പം പരീക്ഷണം നടക്കുന്നില്ല എന്ന് പറയുന്നതോട് എനിക്ക് പൂർണ്ണമായിട്ടും വിയോജിപ്പുണ്ട്. കാരണം ഈ മാനെ മധുര കരിമ്പേ എന്നുള്ള പാട്ട് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. പൂർണ്ണമായിട്ട് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂസഫ് അലി കേച്ചേരി. അദ്ദേഹമാണ് മാനെ മധുര കരിമ്പേ, കരിപേഷ് കണ്ണാളെ, ലൗഗാനം തുടങ്ങിയ പദങ്ങളൊക്കെ അദ്ദേഹമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബിച്ചു തിരുമേലെ പോലുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഊട്ടിപ്പടം എന്നുള്ള പാട്ടിൽ BC മുതൽ AC എന്നുള്ള വരിയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി പല പാട്ടുകൾ ഇതേപോലെ ഇംഗ്ലീഷ് പദങ്ങൾ, ജെയിംസ് ബോണ്ട് ഇനിക്ടോ, ഷെർലക് ഹോംസ് ഇൻസ്പെക്ടോ എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ പാട്ടിൽ കവിത എന്നതുകൊണ്ട് അതിനോട് പൂർണ്ണമായിട്ട് വിയോജിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ കവിത വേറെ വിഭാഗമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ സാഹിത്യത്തിലും, കഥയിലും, നോവലിലും, മറ്റ് വിമർശനത്തിൽ പോലും നമ്മൾ കവിത കാണണം എന്നുള്ളതാണ് ഈ ഒരു ടോക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എപ്പോഴും ചലച്ചിത്ര ഗാനങ്ങൾ വേറിട്ട് തന്നെ നിർത്തേണ്ട ഒന്നാണ്. കാരണം ചലച്ചിത്ര ഗാനങ്ങളിലെ പാട്ടുകൾ ഡയറക്ടറുടെ കാഴ്ചപ്പാടാണ് സിനിമയിലെ പാട്ടുകൾ. അതിലൊരു തർക്കമില്ല. ഡയറക്ടർ എന്താണോ പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇറക്കാൻ, അതിൽ വിമർശനം നടത്താനുള്ള എല്ലാ അവകാശം ഡയറക്ടർക്കുണ്ട്. എഴുതുന്ന വ്യക്തി, ഇപ്പം ഹരിയേട്ടൻ അറിയാം, ഒരു പാട്ട്, ഞാൻ പാട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മളോട് ഒരു സിറ്റുവേഷൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അത് തൊഴിലാണ്. ഹരിയേട്ടൻ പറഞ്ഞ തൊഴിലിടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഹരിയേട്ടന് കൃത്യമായിട്ട് അറിയാം അത് തൊഴിലാണ് പാട്ട് എഴുതുന്നത്. അപ്പം ഒരാളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരു ഈണത്തിന്, ഇന്നത്തെ കാലത്ത് ഒരു ഈണത്തിനനുസരിച്ച് നമ്മൾ പാട്ട് എഴുതുന്നുണ്ട്. പക്ഷെ അതിലൊരിക്കലും ഈ കവിത എന്നുള്ള വാക്ക് തന്നെ വലിയൊരു പ്രശ്നമാണ്. ചലച്ചിത്ര ഗാനങ്ങൾ കവിത എന്നുള്ള പദം ഉപയോഗിക്കുന്നതിന് വലിയൊരു പ്രശ്നമാണ്. ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്, അതിന്റെ ഭാഷ വേറെയാണ്, അതിന്റെ രീതി വേറെയാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഭക്തി ഗാനങ്ങൾ ഇപ്പം നിർത്താം. അത് എനിക്ക് ഒരുപാട് പറയാനുള്ളത് കൊണ്ടാണ് സെഷൻ കുറച്ച് നീണ്ടുപോയി. അതും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി ആയിരുന്നു. അപ്പം ചലച്ചിത്ര ഗാനം എന്നുള്ള മേഖലയിൽ ഭക്തി എന്നുള്ളൊരു സാധനം ചോദിച്ചായിരുന്നു. അതിലെനിക്ക് അഭിപ്രായം പറയാനെന്ന് വെച്ചാൽ ഗാനങ്ങളിൽ ഭക്തി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ശബരമയ്യപ്പ സ്വാമി ശരണയ്യപ്പ എന്നുള്ള പാട്ട്, പിന്നെ നന്ദനം സിനിമയിലെ പാട്ടുകൾ, മൗലി മൈൽപേരി എന്നുള്ള പാട്ടുകൾ, ഇതിലൊക്കെ തന്നെ ഭക്തി എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ചലച്ചിത്ര ഗാനങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ സെഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഈ സെഷൻ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ വരെ വന്നത്. പ്രത്യേകിച്ച് മനോജ് മാഷ പോലുള്ള ആൾക്കാർ, ഹരിയാണ പോലുള്ള ആൾക്കാരൊക്കെ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. വേറെ ചോദ്യങ്ങളായിട്ടൊന്നുമില്ല, എതിർപ്പുകൾ രേഖപ്പെടുത്താൻ ചെയ്യും. ഒരു അഭിപ്രായ രീതിയിലാണ് പറയുന്നത്.
നമ്മൾ ഈ ചർച്ചയിൽ മൊത്തം എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നത് ഒരു ജനറേഷൻ ഗ്യാപ്പ് മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പറയുമ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് അവരുടെ ചെറുപ്പകാലത്തിലുള്ള പാട്ടുകളായിരിക്കും അവർക്ക് പ്രിയപ്പെട്ടത്. ഇപ്പം എനിക്കാണെങ്കിലും നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള പാട്ടുകളായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടത്. നമുക്ക് ഇപ്പോഴത്തെ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ പോലും നമ്മളോട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട് പഴകിയ പാട്ടുകളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഗാനം പറയുന്നത്. അപ്പം അതിൽ ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്, ഇഷ്ടപ്പെടാത്ത പാട്ടുകളുണ്ട്. ചിലത് നമുക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടുകൾ പോലും നമ്മൾ കുറേ കേട്ട് ഒരു പക്ഷേ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ആ തരത്തിലൊരു അന്തരം ഈ പറഞ്ഞ ചലച്ചിത്ര ഗാനത്തിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. മറുഭാഗത്ത് ഇപ്പം ഈ ഒരു കാലഘട്ടമാണ്. അപ്പം ആ തരത്തിൽ ഈ കവിതകൾ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനമായാലും കവിതയായാലും നേടുന്ന ഒരു പ്രതിസന്ധി നേടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2 മിനിറ്റിൽ ഹരിയേട്ടൻ ഒരു മറുപടി പറഞ്ഞു അല്ലേ? ഇവരൊക്കെ പറഞ്ഞത് അഭിപ്രായമാണ്, അത് അവരുടെ അഭിപ്രായമാണ്, അതിൽ ചോദ്യങ്ങളില്ല. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് അതിൽ എന്താ പറയേണ്ടതെന്നല്ല. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ച് ചോദ്യങ്ങളിൽ അഭിപ്രായം പറയാം. പാട്ട് വേണം. വ്യക്തിപരമായിട്ട് പാട്ട് കൊണ്ട് പണിയെടുക്കുന്ന ആളാണെങ്കിലും സിനിമയിൽ പാട്ട് വേണം എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. പക്ഷേ അതിനപ്പുറത്ത് ചോദിക്കുന്നത്, ഇപ്പൊ എന്നോടൊരു പാട്ട് പാടിയില്ലേ, ഒരു പാട്ട് ഇപ്പൊ പാടില്ല, ചോദ്യം ചോദിക്കുമ്പോ ആ സിനിമയുടെ പേരെന്താ? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ പാട്ട് വേണം എന്നുള്ള പക്ഷക്കാര് പറയുന്നത് സിനിമയുടെ പേര് ഓർമ്മയുണ്ടാവില്ല, ദൃശ്യം ഓർമ്മയുണ്ടാവില്ല, പാട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് സിനിമയിൽ പാട്ട് വേണ്ട, കൃത്യമായിട്ട് കാണും. പക്ഷെ പാട്ട് കൊണ്ട് ജീവിച്ചിരുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നു, പുതിയ തലമുറയില്ല. അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അത്തരം പാട്ടുകൾ. അന്ന് പല ഗാനശാഖകളും സ്വതന്ത്രമായിട്ടുള്ള സംഗീതത്തിനുള്ള സാധ്യതകൾ പോയ സമയത്ത് സിനിമ പാട്ട് കേൾക്കുകയും ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ സിനിമയിൽ പാട്ടില്ലെങ്കിലും നമുക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും സിനിമ എന്ന് പറഞ്ഞ ഒരു വ്യവസായത്തിന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അത് പ്രൊമോഷന് വേണ്ടിയിട്ടും പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊരു സിനിമ ഇന്ന് ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രി ആകുമ്പോൾ ആ പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പൊ ഈ ഒരു കാര്യം ചേർക്കാനുള്ളത്, മനോജ് മാഷും ഇവിടെ അദ്ദേഹവും പറഞ്ഞു, എനിക്ക് ഒരു പാട്ടിന്റെ വരികളും പുതിയ പാട്ടിന്റെ വരികളും അറിയില്ല, മറ്റേ പുതിയ പാട്ടുകളുടെ വരികളൊന്നും അറിയില്ല എന്ന്. ഇത് തിരിച്ച ചോദ്യം നിങ്ങൾ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പുതിയ പാട്ടിന്റെ വരികൾ പാടുകയും പഴയ പാട്ടുകൾ അറിയില്ല എന്നും പറയും. അതൊരു ജനറേഷന്റെ ഗ്യാപ്പാണ്. അതാത് കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളത് ഏതാണോ അത് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അത് ഓരോരുത്തരും അത് ചേർത്ത് പിടിക്കും, അത് സ്വാഭാവികം തന്നെയാണ്. പിന്നെ വേടന്റെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു, ഞാൻ തുടക്കത്തിലും അതാണ് ഇതുള്ളത്. വേറൊരു പ്രധാന എക്സ്പെരിമെന്റ് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ചാണ്. ഇപ്പൊ ഒരു കുടം പാര് എന്ന് പറയുന്ന ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവല്ലോ, മൃദുലാദേവി എഴുതിയതാ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണില്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് മോസിൻ പരാരി ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ മയ എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ പാട്ടിൽ മയാനെ ഉപയോഗിക്കുന്നു, അങ്ങനെയാണ് ഓൾഡ് മെലഡിയും വന്നത്. അപ്പൊ എല്ലാ കാലത്തെയും ഭാഷ ഉപയോഗിക്കാൻ പണ്ടൊന്നും ഇല്ലാത്തതിനപ്പുറം, ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ തമിഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നാട്ടിലെയും ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് എഴുതാനുള്ള ഒരു സാധ്യത ഇന്ന് വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ പ്രയോജനപ്പെട്ട ഒരു സെഷനായിട്ട് അനുഭവപ്പെടാൻ കാരണം ഈ കവിത ഇതിനകത്ത് ആവശ്യമുണ്ടോ എന്നുള്ള ആശങ്ക അതൊരു തരത്തിൽ അസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ മൂന്നാളും അതിനെ ഏകോപിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാണ്.
അത് കാലം ആവശ്യപ്പെടുന്ന ഒരു അടയാളപ്പെടുത്തൽ ഈ ചലച്ചിത്ര ഗാനരചനയിൽ നടക്കുന്നുണ്ട്. അതിനകത്ത് സംഗീതത്തിന്റെ പരീക്ഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ചർച്ചയിൽ വന്നപ്പോൾ ഒരു പാട്ടെഴുത്തുകാരൻ അത് കവിത എഴുതുന്ന ആളാകണമെന്ന് മാത്രമില്ല, പക്ഷെ അതിനകത്തൂടെ കൃത്യമായി ഒരു രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി അയാൾക്ക് കഴിയണമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു കവിതയുടെ കുത്തിനിറക്കൽ കൊണ്ട് മാത്രം അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്ന ഒരു വ്യായാമമല്ല ചലച്ചിത്ര ഗാന നിർമ്മാണം എന്നുള്ളത്. അത് പരിഗണന കൊടുക്കേണ്ട സാമൂഹിക ചുറ്റുപാടുണ്ട്, അതിന്റെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, സമാന്തരമായിട്ട് ഒരു തലമുറയെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ഗാനരചന എന്ന് പറയുന്നത് കവിത കുത്തി നിറയ്ക്കുന്ന ഒന്ന് മാത്രമല്ല എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പാട്ടിന്റെ തുടക്കം അതിന്റെ മ്യൂസിക് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വരി സ്ക്രോൾ ചെയ്ത് അതിന് ഇഷ്ടപ്പെട്ട വരി വെക്കുന്നുണ്ട്. അതായത് ഈ തലമുറയിൽ എല്ലാ തലമുറയെയും അവർക്ക് ഇഷ്ടപ്പെട്ട വരികൾ എടുത്ത് വെക്കുന്നതിന് വേണ്ടി, അവർക്ക് ഹൃദയത്തിൽ സ്പർശിച്ചതിനെ ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള സൂചന നൽകുന്നത് ഈ ഗാനത്തിനുള്ളിലെ അവരെ സ്പർശിക്കുന്ന കവിതകൾ പിന്തുടരുന്നവരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കവിത വേണ്ട എന്ന് പറയുമ്പോൾ ഇത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ രണ്ട് അഭിപ്രായങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ചലച്ചിത്ര ഗാന രചന നടത്തേണ്ടത് എന്നുള്ളൊരു തെളിച്ചത്തിലേക്ക് ഈ ചർച്ച നടത്തി എന്ന് തോന്നുന്നു. ഏതായാലും ആ നിലയിൽ വളരെ ആഹ്ലാദമുണ്ട്. മൂന്നാളും ഇതിനകത്ത് പണിയെടുക്കുന്നവരെന്ന നിലയിൽ മാത്രമല്ല, ചലച്ചിത്ര ഗാന രചന നടത്തുന്ന ഏറ്റവും സജീവമായിട്ട് ആ നിലയിൽ നിൽക്കുന്ന ഹരിയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാഷന്മാര് വളരെ കൃത്യമായി ഇല്ലാത്ത അഭിപ്രായം പറഞ്ഞു. ആ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. കവിതയും